ദേസ്യൂസ് ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു ക്രിസ്തീയ യുവാവായിരുന്നു പൗലൂസ്. ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ ചക്രവർത്തിയുടെ അനുയായികൾ പീഡിപ്പിക്കുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ പൗലൂസിന്റെ അനവധിയായ സമ്പത്ത് തട്ടിയെടുക്കാൻ അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് തന്നെ ഭടന്മാർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ക്രിസ്ത്യാനിയായ പൗലൂസിനെ കൊല്ലുവാൻ ഭടന്മാർ പിടിക്കാൻ അടുത്തപ്പോൾ താൻ അവിടെ നിന്ന് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അങ്ങനെ സ്വന്തം സഹോദരി ഭർത്താവിനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട് ഭടന്മാരുടെ കയ്യിൽ അകപ്പെടാതെ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന പൗലൂസിന് പ്രായം അന്ന് 16 വയസ്സാണ്. 16 വയസ്സുള്ള പൗലൂസ് തിബേറ്റ്സ് മരുഭൂമിയിൽ താൻ പോയി തീപ്സ് എന്ന സ്ഥലത്ത്, അത് ഒരു കാലഘട്ടത്തിൽ ഈജിപ്തിലെ ഭരണാധികാരികളുടെ ഒരു പ്രധാന ഖനന കേന്ദ്രമായിരുന്നു. നാണയക്കമ്പട്ടമൊക്കെ ഉണ്ടാക്കുന്നൊരു സ്ഥലമായിരുന്നു. എന്നാൽ അത് ഉപേക്ഷിക്കപ്പെട്ട, ഈ കാലഘട്ടത്തിൽ അത് ഉപേക്ഷിക്കപ്പെട്ട ആരുമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. അവിടെ ഈ പൗലൂസ് ചെല്ലുകയും അവിടെ ഒരു നീരുറവ കാണുകയും ചെയ്തു. ആ നീരുറവയുടെ അരികിൽ ഒരു ഈന്തപ്പനയും ഉണ്ടായിരുന്നു. പൗലൂസ് അതിനടുത്തുള്ള ഒരു ഗുഹയിൽ താമസമാക്കി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. പിന്നീട് ദീർഘകാലം പൗലൂസ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഈ പനയുടെ ഇല കൊണ്ട് അരയാട ഉണ്ടാക്കി ധരിക്കുകയും ഈ പനയിൽ നിന്നുള്ള കായകൾ ഭക്ഷിക്കുകയും ചെയ്ത് നീരുറവയിൽ നിന്ന് വെള്ളവും കുടിച്ച് അവിടെ വസിച്ചു. അങ്ങനെ ഏകദേശം 30 വർഷത്തോളം താൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തനിക്ക് ഒരു കാകൻ കൊണ്ടുചെന്ന് ഒരു അരമുറി അപ്പം കൊടുത്തു. പിന്നീട് എല്ലാ ദിവസവും ഈ കാക്ക മുറ തെറ്റാതെ അര അപ്പം ഈ തീപ്സിലെ പൗലൂസിനുണ്ട് കൊടുക്കും. അങ്ങനെ പൗലൂസ് ആ അപ്പം ഭക്ഷിച്ച് അവിടെ താമസിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞുപോയി. ആ കാലഘട്ടത്തിലാണ് സെയിന്റ് ആന്റണി ഇന്ന് അറിയപ്പെടുന്ന കത്തോലിക്ക സഭയിലെ വിശുദ്ധനായ സെയിന്റ് ആന്റണി. കത്തോലിക്ക സഭയിൽ 2 സെയിന്റ് ആന്റണി ഉണ്ട്. അതിലൊന്ന് ഈ കാണാതെ പോയ സാധനങ്ങൾ കിട്ടുന്നതിന്റെ മധ്യസ്ഥനായ സെയിന്റ് ആന്റണിയാണ്. അദ്ദേഹത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആദ്യത്തെ സെയിന്റ് ആന്റണി, അതായത് മൊണാസ്ട്രികളുടെ പിതാവായിട്ട് കത്തോലിക്ക സഭയിൽ ഈ മൊണാസ്റ്റിക് ലൈഫ് ആരംഭിച്ചത് സെയിന്റ് ആന്റണി ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ആ സെയിന്റ് ആന്റണി ആ മരുഭൂമിയിൽ തന്നെ തന്റെ അനുയായികളുമൊത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും കർശനമായ വ്രതാനുഷ്ഠാനങ്ങളോടെ ഏറ്റവും ചിട്ടയായ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന സെയിന്റ് ആന്റണിക്ക് സ്വയം തോന്നി ക്രിസ്തീയ ലോകത്തിൽ ഏറ്റവും നന്നായി പ്രാർത്ഥിക്കുന്ന ഏറ്റവും നല്ല ഭക്തൻ താനാണെന്ന്. എന്നാൽ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തന്നെ ഈ സെയിന്റ് ആന്റണിയോട് പറഞ്ഞു, ഈ മരുഭൂമിയിൽ തന്നെ നിന്നേക്കാൾ ശക്തമായി പ്രാർത്ഥിക്കുന്ന സന്യാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുണ്ടെന്ന്. അപ്പൊ അദ്ദേഹത്തെ കാണാൻ തനിക്ക് ഒട്ടും കാത്തിരിക്കാൻ വയ്യ. അങ്ങനെ സെയിന്റ് ആന്റണി തന്റെ ഗുഹയിൽ നിന്ന് അവിടെ പൗലൂസ് ഉണ്ട് എന്ന് കരുതപ്പെട്ട സ്ഥലത്തെ ദിശ ലക്ഷ്യമാക്കി നടന്ന് അങ്ങനെ പൗലൂസിന്റെ ഗുഹയിലെത്തി. വളരെയധികം കേണപേക്ഷിച്ചിട്ടാണ് പൗലൂസ് ഗുഹയിലേക്ക് കടന്നു ചെല്ലാൻ ആന്റണിയെ ക്ഷണിച്ചത്. ആന്റണി അകത്ത് ചെന്നു. അവര് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. രാത്രിയായി. രാത്രി മുഴുവൻ അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. പല കാര്യങ്ങളും സംസാരിച്ചു. നേരം പുലർച്ചെയായപ്പോ ഈ പൗലൂസ് പറഞ്ഞു, കഴിഞ്ഞ 60 വർഷമായി ഒരു കാക്ക എനിക്ക് അരമുറി അപ്പം കൊണ്ടുതരും. പതിവ് പോലെ ആ കാക്ക അന്ന് വന്നു. എന്നാൽ അന്ന് അരമുറി അപ്പത്തിന് പകരം ആദ്യമായി ഒരു ഫുൾ അപ്പം ആ കാക്ക കൊണ്ട് കൊടുത്തു. അപ്പൊ അതിഥിയെ മാനിച്ച് ഡബിൾ പോർഷൻ കൊണ്ടുവന്നതാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ഈ അപ്പം ഏറ്റുവാങ്ങിയ പൗലൂസ് അതിഥിയോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അപ്പം മുറിക്കുക,
കാരണം അപ്പോൾ ആന്റണി പറഞ്ഞില്ല, അങ്ങാണ് സീനിയർ, അങ്ങ് അപ്പം മുറിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും അപ്പത്തിൻ്റെ രണ്ടറ്റത്തും പിടിക്കുകയും ഒരുമിച്ച് അപ്പം മുറിക്കുകയും ആ നീരുറയിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്ത് അങ്ങനെ അവരൊരു വിശുദ്ധ മേശ അവിടെ ആചരിച്ചു. അതിനുശേഷം ആന്റണിയോട് പൗലോസ് പറഞ്ഞു, ആന്റണി, എനിക്ക് നിന്നെക്കുറിച്ച് വളരെ കാലം മുമ്പേ അറിയാം. നിന്നെ കർത്താവ് എനിക്ക് വളരെ നേരത്തെ ദാനം ചെയ്തിരിക്കുകയാണ്. നിന്നെ ഇപ്പോൾ കർത്താവ് ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ ശവസംസ്കാരത്തിനായിട്ടാണ്. ഞാൻ ഈ ശരീരം വിട്ടുപിരിയാൻ സമയമായിരിക്കുന്നു. അപ്പോൾ ആന്റണിക്ക് വലിയ ദുഃഖമായി. കാരണം ഈ വിശുദ്ധ മനുഷ്യനോടൊപ്പം അധിക സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ പൗലൂസ് ആന്റണിയോട് പറഞ്ഞു, ആന്റണി, അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് നിനക്ക് സമ്മാനമായി നൽകിയ പുതപ്പ് കൊണ്ട് നീ എൻ്റെ ശരീരത്തെ പൊതിയണം. അപ്പം അത്രയും നാള് ഈ പനയോല കൊണ്ടുള്ള അരയാട മാത്രം ധരിച്ചിരിക്കുന്ന പൗലൂസ് പറയാണ്, ആന്റണി അത്ഭുത ശബ്ദനായിപ്പോയി. കാരണം അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ സന്ദർശിച്ചപ്പോൾ തനിക്കൊരു പുതപ്പ് സമ്മാനമായി തന്നത് ആര് പറഞ്ഞില്ല. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ലോകത്തൊരു മനുഷ്യനോട് ബന്ധമില്ലാതെ ഈ ഗുഹയിലിരിക്കുന്ന ഈ പൗലൂസ് പറയാണ്, അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് നിനക്ക് സമ്മാനമായി തന്ന പുതപ്പ് കൊണ്ട് നീ എൻ്റെ ശരീരം പൊതിയണം. ഞാൻ എൻ്റെ ശരീരം വിടാൻ പോവുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ പുതപ്പെടുക്കുവാൻ വേണ്ടി ആന്റണി തൻ്റെ ഗുഹ ലക്ഷ്യമാക്കി നടന്നു. ആന്റണി ഓടിക്കിതച്ച് ആ ഗുഹയിലെത്തിയപ്പോൾ ശിഷ്യന്മാർ അത്ഭുതത്തോട് ചോദിച്ചത്, അങ്ങ് എവിടെ പോയതാണ്? അപ്പോൾ ആന്റണി പറഞ്ഞു, ഞാൻ കണ്ടു. ഞാൻ മരുഭൂമിയിൽ സ്നാപകനെ കണ്ടു, ഞാൻ ഏലിയാവിനെ കണ്ടു. പിന്നെ അധികം ഒന്നും പറയാതെ പുതപ്പെടുത്തോണ്ട് വളരെ വേഗം പൗലൂസിന്റെ ഗുഹ ലക്ഷ്യമാക്കി താൻ ഓടിയും നടന്നും അടുക്കുമ്പോൾ താൻ കണ്ട കാഴ്ച, ആകാശത്തേക്ക് വലിയ പ്രകാശത്തോടുകൂടെ സൂര്യന്റെ ശോഭ പോലെ അപ്പോസ്തലന്മാരും മലാക്കമാരും വലയം ചെയ്ത് പൗലൂസിനെ ഉയർത്തിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് താൻ കണ്ടത്. വലിയൊരു ഘോഷയാത്ര പോലെ സ്വർഗത്തിലേക്ക് ഈ പൗലൂസ് കയറിപ്പോകുന്ന കാഴ്ച ആന്റണി കണ്ടു. ആന്റണി കണ്ട ഉച്ചത്തിൽ നിലവിളിച്ച്, എൻ്റെ പിതാവേ, നീ എന്നെ വിട്ടുപോയോ എന്ന് ചോദിച്ചോടി ആ ഗുഹയിൽ ചെല്ലുമ്പോൾ ആന്റണിക്ക് ആശ്വാസമായി. പൗലൂസ് മുട്ടുകുത്തി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഓടിച്ചെന്ന് അടുത്ത് ചെന്ന് മുട്ടുകുത്തി ഇരുന്നപ്പോൾ പതിവ് കേൾക്കുന്ന ഏങ്ങലടികൾ ശബ്ദമൊന്നും ആന്റണി കേൾക്കുന്നില്ല. താൻ തൊട്ടു നോക്കിയപ്പോൾ താൻ ആ ശരീരം വിട്ടുപോയി. വാസ്തവത്തില് ഈ പുതപ്പുകൊണ്ട് ശരീരം പൊതിയണം എന്ന ആഗ്രഹത്തിലല്ല, ആന്റണി ഇല്ലാത്തപ്പോൾ തന്നെ താൻ ശരീരത്യാഗം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുകൊണ്ടാണ് പുതപ്പെടുക്കാൻ വേണ്ടി ആന്റണിയെ പൗലൂസ് വിട്ടത്. ആന്റണി പുതപ്പെടുക്കാൻ പോയ സമയത്തിന് താൻ ശരീരം വിട്ടുപോയി. ഈ ശവം ഇനി എങ്ങനെ മറവ് ചെയ്യും? തന്റെ പനയോല കൊണ്ട് ഉടയാട മാറ്റി ഈ പുതപ്പ് കൊണ്ട് ആ ശരീരം പൊതിഞ്ഞ് കുഴി എങ്ങനെ കുത്തും എന്ന് താൻ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് രണ്ട് കൂറ്റൻ സിംഹങ്ങൾ അവിടേക്ക് ഓടി വന്നു. ആന്റണി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സിംഹങ്ങൾ വളരെ വേഗം തങ്ങളുടെ പിൻകാലുകൾ കൊണ്ട് ആ മരുഭൂമിയിൽ വലിയൊരു കുഴി തീർത്തു. ആ കുഴി തീർത്തതിന് ശേഷം ആ സിംഹങ്ങൾ വന്ന് കുറച്ചു സമയം പൗലൂസിന്റെ ശരീരത്തിന്റെ അടുത്ത് ബഹുമാനപൂർവ്വം നിന്നിട്ട് ആ സിംഹങ്ങൾ വന്ന പോലെ തന്നെ ഓടി അപ്രത്യക്ഷമായി. ആന്റണി ആ ഹോളി എൽഡറിന്റെ ശരീരം ആ കുഴിയിൽ മറവ് ചെയ്തു. തന്നോടുള്ള ആദര സൂചകമായി ആ ഈന്തപ്പനയുടെ ഓല കൊണ്ടുള്ള ആ ഉടുപ്പ് ആന്റണി തന്റെ മൊണാസ്ട്രിയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് എല്ലാ വർഷവും 2 പ്രാവശ്യം പെസഹയ്ക്കും പെന്തക്കോസ്തിക്കും താന് ആ തീപ്സിലെ പോളിന്റെ ഉടുപ്പ് ധരിച്ചുകൊണ്ടാണ് പ്രസംഗം പറഞ്ഞിരുന്നത്. അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് പ്രവാസത്തിന് പോകുമ്പോൾ ഭീഷണി നിമിത്തം നാട് വിട്ട് പലപ്പോഴും പോകേണ്ടി വന്നപ്പോൾ ഒരു പ്രാവശ്യം താൻ റോമിൽ പോയി താമസിച്ചു. റോമിലിരുന്ന് താന് ആന്റണിയുടെ ജീവകഥ എഴുതി.
ബയോഗ്രഫി ഓഫ് സെയിന്റ് ആന്റണി റിട്ടൺ ബൈ അത്തനേഷ്യസ്. പറയുമ്പോൾ ഈ അത്താനാസ്യോസ് ആരാണെന്ന് പറയും. AD 367 സഭകൾക്കയച്ച ഈസ്റ്റർ സന്ദേശത്തിൽ അലക്സാണ്ട്രിയയിലെ അത്താനാസ്യോസ് ആണ് വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളുടെ പട്ടിക ആദ്യമായിട്ട് എഴുതിയത്. പുതിയ നിയമ കാനോന്റെ ആദ്യത്തെ മാർഗരേഖ അത്താനാഷ്യസ്. അത്തനേഷ്യസ് ആരാണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് തന്നെയാണ്. വിനു ജോസഫ്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് പൗലൂസ് ലീഹ. ഇത് തീപ്സിലെ പൗലൂസ് എന്ന ഒരു വിശുദ്ധനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ചക്രവർത്തിയായ ഡേഷ്യസ് ചക്രവർത്തിയുടെ പീഡനകാലത്ത് പീഡിപ്പിക്കപ്പെടുകയും മരുഭൂമിയിൽ പോയി പ്രാർത്ഥിക്കുകയും ഫസ്റ്റ് ഹെർമിറ്റ് ഇൻ ക്രിസ്ത്യാനിറ്റിയിലെ ഒന്നാമത്തെ താപസ ശ്രേഷ്ഠൻ, ക്രിസ്ത്യാനിറ്റിയിലെ സന്യാസ വിഭാഗത്തിന് ആരംഭം കുറിച്ച ആളാണ്. സന്യാസ വിഭാഗത്തിന്റെ, ക്രിസ്തീയ സന്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈ തീപ്സിലെ പൗലൂസാണ്. അദ്ദേഹം AD 341 താന് ശരീരത്യാഗം ചെയ്യുന്നത്. AD 341 അപ്പോസ്തലനായ പൗലൂസ് അല്ല. അപ്പൊ അങ്ങനെ അത്താനാസ്യോസ് ആണ് സെയിന്റ് ആന്റണിയുടെ ലൈഫ് സ്റ്റോറി എഴുതുന്നത്. അങ്ങനെ സെയിന്റ് ആന്റണിയുടെ ലൈഫ് സ്റ്റോറി അത്താനാസ്യോസ് എഴുതിയത് സെന്റ് അഗസ്റ്റിനൊക്കെ വായിക്കുകയും അങ്ങനെ റോമിൽ സെയിന്റ് ആന്റണിയെ കുറിച്ച് കേൾക്കുകയും അങ്ങനെ റോമൻ ചർച്ച് മൊണാസ്ട്രികൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ സെയിന്റ് ആന്റണിയേക്കാൾ മുമ്പ് മൊണാസ്റ്റിക് ലൈഫ് ചൂസ് ചെയ്തതും സെയിന്റ് ആന്റണി പോലും ഹോണർ ചെയ്യുകയും ചെയ്ത വിശുദ്ധനായ വ്യക്തിയാണ് തീപ്സിലെ പൗലൂസ്. എന്നാൽ തീപ്സിലെ പൗലൂസ് അത്ര പോപ്പുലർ അല്ല. കാരണം സെയിന്റ് ആന്റണിയാണ് എല്ലാവരും അറിയപ്പെടുന്നത്. മൊണാസ്റ്റിക് ലൈഫിന്റെ ഫാദർ എന്ന രീതിയിൽ സെയിന്റ് ആന്റണി അറിയപ്പെടുമ്പോൾ സെയിന്റ് ആന്റണിക്ക് മുമ്പ് പ്രാർത്ഥിക്കുകയും അത്ര ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്ത വ്യക്തിയാണ് തീപ്സിലെ പൗലൂസ്. ഇത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം എന്നോടൊരാള് വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം ചോദിച്ചു. ഓർത്തഡോക്സ് സഭ വെളിപ്പാട് പുസ്തകം അതിന്റെ ഒരു പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിലെ വായനകൾ ഉൾപ്പെടുത്തുന്നില്ല. അതിന്റെ കാരണം അത് കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ സാധാരണ ജനങ്ങളിൽ ഉണ്ടാക്കും. ചില ആളുകൾക്കും അതുണ്ട്. എന്നാൽ അത്താനാസ്യോസ് എന്തുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകം ഉൾപ്പെടുത്തി? അത്താനാസ്യോസ് 27 പുസ്തകങ്ങൾ ചൂസ് ചെയ്തു. കാരണം അത്താനാസ്യോസിന്റെ സഹവാസം, കൂടുതൽ സമയവും പോയി താൻ സഹവസിച്ചിരുന്നത് ഇതുപോലെ മരുഭൂമിയിലിരുന്ന് 93 വർഷവും 100 വർഷവും ഒക്കെ പ്രാർത്ഥിച്ച, എപ്പോഴും പ്രാർത്ഥനാ നിരതരായിരുന്ന, ആത്മമണ്ഡലത്തിൽ സഞ്ചരിച്ചിരുന്ന, ആത്മീക രഹസ്യങ്ങളെ ഗ്രഹിച്ചിരുന്ന വിശുദ്ധ താപസന്മാരുമായിട്ടുള്ള നിരന്തര സമ്പർക്കമുണ്ടായിരുന്ന വ്യക്തിയാണ് അത്താനാസ്യോസ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ മിസ്റ്റിക് ലാംഗ്വേജുകൾ, ഈ സിംബോളിസം എന്താണെന്ന് മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് ആ ബുക്ക് കൊള്ളാം എന്ന് കരുതി അദ്ദേഹം അതെടുത്തു വെച്ചു. അതിനനുസരിച്ച് ഇന്ന് നമ്മുടെ ആളുകൾ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്ന ഏത് തരത്തിലാണെന്ന് നമുക്കെല്ലാം പരിചയമുണ്ട്. പല വ്യാഖ്യാനങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാനത് ഏതർത്ഥത്തിൽ, ഏത് നിലവാരത്തിലാണ് അവർ നിന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ പൗലൂസിന്റെ കാര്യം പറഞ്ഞത്. അതുപോലെ പൗലൂസിനെ പോലെയുള്ള ആത്മീകർ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സന്യാസ കൂട്ടങ്ങൾ, അവരുടെ മുഴുവൻ പിന്തുണ അത്താനാസ്യോസിനായിരുന്നു. എന്നാൽ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ന്യായാധിപന്മാരുടെയും പ്രഭുക്കന്മാരുടെയും അധികാരസ്ഥന്മാരുടെയും സേനാനായകന്മാരുടെയും ഒക്കെ പിന്തുണ അറിയൂസിനായിരുന്നു. അറിയൂസും അത്താനാസ്യോസും തമ്മിലുള്ള ക്ലാഷ്, ദൈവത്തിന്റെ ഏകത്വവാദവും ത്രിത്വവാദവും വന്നപ്പോൾ അത്താനാസ്യോസിന്റെ പിൻബലം ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. അത്താനാസ്യോസിന്റെ ധൈര്യം അവർക്ക് ലഭിച്ച വെളിപ്പാടുകളായിരുന്നു. വെളിപ്പാടിൽ അവർ കണ്ടതും അവർ വർഷിപ്പ് ചെയ്തതും ട്രിനിറ്റേറിയൻ ഗോഡിനെയാണ്. അവരുടെ വർഷിപ്പ് ട്രിനിറ്റിയിലായിരുന്നു. ഓരോ പ്രാവശ്യവും മരുഭൂമിയിൽ താപസന്മാരെ സന്ദർശിക്കുമ്പോൾ ട്രിനിറ്റിയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി അത്താനാസ്യോസ് പട്ടണങ്ങളിൽ വരുമ്പോൾ ശക്തമായി പ്രസംഗിച്ചു. ഒരു കൂസലുമില്ലാതെ രാജാക്കന്മാർ എതിരായപ്പോൾ, ചക്രവർത്തിമാർ എതിരായപ്പോൾ, അധികാരസ്ഥന്മാർ എതിരായപ്പോൾ, പ്രഭുക്കന്മാർ എതിരായപ്പോൾ
ബഹുജന അഭിപ്രായം എതിരായപ്പോൾ അതിനെ ഒന്നും കൂസാതെ ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൃത്വോപദേശത്തെ ഉറപ്പിക്കുവാൻ ഒറ്റയ്ക്ക് തന്റെ ഇടത്തോടെ അത്താനാസുസിനെ നിർത്തുവാൻ പ്രാപ്തരാക്കിയത് ഇതുപോലെയുള്ള പ്രാർത്ഥന മനുഷ്യരുമായിട്ടുള്ള സഹവാസം കൊണ്ടാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർ. ഒരിക്കൽ 5000 ഭടന്മാരാണ് അത്താനാസസിനെ പിടിക്കാൻ വന്നത്. 5000 ഭടന്മാർ. ഒറ്റയ്ക്കൊരു മനുഷ്യൻ, നിരായുധനായ മനുഷ്യൻ. അദ്ദേഹത്തെ സ്പർശിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനം ചക്രവർത്തി പറഞ്ഞു, അത്താനാസ്യോസേ, ലോകം മുഴുവൻ നിനക്കെതിരാണല്ലോ, ലോകാഭിപ്രായം മുഴുവൻ നിന്റെ ഉപദേശത്തിനെതിരാണല്ലോ, പിന്നെ നിനക്ക് രക്ഷയില്ല. നിനക്ക് രക്ഷയില്ല എന്ന് ചക്രവർത്തി പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടുത്ത നിമിഷം കൊല്ലപ്പെടും. തന്റെ ശിരച്ഛേദം ചെയ്യുവാൻ അധികാരമുള്ള ചക്രവർത്തിയുടെ മുമ്പിൽ നിന്ന് അത്താനാസ്യോസ് പറഞ്ഞു, തിരുമനസ് ലോകത്തോട് പറ, അത്താനാസ്യോസ് ലോകത്തിന് എതിരാണ്. തന്നെ അതിന് പ്രാപ്തനാക്കിയത് ഈ പ്രാർത്ഥനാ മനുഷ്യരുമായിട്ടുള്ള സഹവാസമാണ്. ഈ പ്രാർത്ഥനാ മനുഷ്യരുമായിട്ടുള്ള ബന്ധമാണ്. ഈ പ്രാർത്ഥനാ മനുഷ്യരുമായിട്ടുള്ള ബന്ധം തന്നെ അതിന് ശക്തിപ്പെടുത്തിയപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയോ റോമ സാമ്രാജ്യമോ അതിന്റെ ആയുധബലമോ സൈനിക ശക്തിയോ ലോകത്തിന്റെ അഭിപ്രായമോ പ്രഭുക്കന്മാരുടെ അഭിപ്രായമോ ന്യായാധിപന്മാരുടെ സാന്നിധ്യമോ ഒന്നും ഗൗനിക്കാതെ ദൈവിക സത്യം തനിക്ക് വെളിപ്പെട്ടത് താൻ ഉറപ്പിച്ചു പറഞ്ഞിട്ട് അത്താനാസ്യോസ് കോൺട്രാ മുണ്ട്ര, അത്താനാസ്യോസ് ലോകത്തിന് എതിരാണ്. ഇത്തരത്തിലുള്ള വിശുദ്ധന്മാർ, ആ വിശുദ്ധന്മാർ നമുക്ക് പകർന്നു നൽകിയ ഉപദേശങ്ങളും അവരുടെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ പ്രാർത്ഥനകളും അതെല്ലാം സ്വാംശീകരിച്ച ലിറ്റർജിയാണ് ഈസ്റ്റേൺ ലിറ്റർജി. അപ്പൊ ഞാൻ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ലിറ്റർജിയിൽ നോക്കുമ്പോൾ അവരുടെ നിത്യപ്രാർത്ഥനാക്രമത്തിൽ പാതിരാ നമസ്കാരമുണ്ട്. 7 നേരത്തെ നമസ്കാരമാണുള്ളത്. 7 നേരമായിരുന്നു പഴയ കാലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ആധുനിക കാലത്ത് ആ 7 നേരത്തെ പ്രാർത്ഥനകൾ 3 നേരത്തെ പ്രാർത്ഥന വൈകുന്നേരവും 4 നേരത്തെ പ്രാർത്ഥന രാവിലെയുമായി 7 നേരത്തെ പ്രാർത്ഥന 2 നേരമായി നടത്തുവാൻ സഭ നിശ്ചയിച്ച് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പാതിരാ നമസ്കാരം എന്ന് പറയുന്നത് പാതിരാത്രി പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ സാധാരണ ഇപ്പോൾ പാതിരാത്രിയിലല്ല, അത് രാവിലെ ആണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്ന നിലയ്ക്കാണ് ഈ പാതിരാ നമസ്കാരം അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ആ പാതിരാ നമസ്കാരത്തിലേക്ക് നോക്കുമ്പോൾ വളരെ നല്ല ചില പ്രാർത്ഥനകളെ നമുക്ക് കാണാൻ കഴിയും. വളരെ നല്ല ചില പ്രാർത്ഥനകൾ. അതിലൊരു പ്രാർത്ഥന ഞാൻ വായിക്കാൻ പോവാം. നമ്മൾ ആ പ്രാർത്ഥനകളുടെ എല്ലാ പ്രാർത്ഥനകളും വളരെ നല്ലതാണ്. ഞാൻ പിന്നെ പറയാണ്, എല്ലാ പ്രാർത്ഥനയും വളരെ നല്ലതാണ്. അതിനകത്ത് ചില പ്രാർത്ഥനകൾ ഞാൻ എടുത്തു വായിക്കുകയാണ്. ഒന്ന്, പാതിരാ നമസ്കാരം ആരംഭിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. അതായത് ഒരു പ്രഭാതത്തിൽ ഒരു വിശ്വാസി ഉണർന്നു കഴിയുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. ഇറ്റ് ഈസ് എ ഷോർട്ട് പ്രയർ. ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവേ, നിന്റെ ഉണർവിനെ സ്തുതിപ്പാനായിട്ട് ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവെ, നിന്റെ ഉണർവിനെ സ്തുതിപ്പാനായിട്ട് പാപമുഴുകലിൽ നിന്ന് ഞങ്ങളുടെ ഉറക്കത്തെ നീ ഉണർത്തണമേ. സാധാരണ ഒരാള് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? സാധാരണ ഒരു വിശ്വാസി. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും രാവിലെ പ്രാർത്ഥിക്കും, കർത്താവെ ഇന്നലെ രാത്രി മുഴുവൻ എന്നെ സൂക്ഷിച്ചതിനായി സ്തോത്രം, ഇന്ന് രാവിലെ എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം, ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഇവിടെ പിതാക്കന്മാർ എഴുതിയിരിക്കുന്ന ഒരു പ്രാർത്ഥന തിയോളജിക്കലി എത്ര ഡീപ്പാണെന്ന് നോക്കുക. അത് തുടങ്ങുന്ന ഇങ്ങനെയാണ്:
ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ ഭാഗ്യം കിട്ടിയവരെ ഓർത്ത് അവരെക്കുറിച്ച് എനിക്ക് കർത്താവിൽ പ്രശംസയുണ്ട്. ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവേ, നിന്റെ ഉണർവിനെ സ്തുതിപ്പാനായിട്ട് പാപമുഴുകലിൽ നിന്ന് ഞങ്ങളുടെ ഉറക്കത്തെ നീ ഉണർത്തണമേ. ഇതിന്റെ അർത്ഥം എന്താ? ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവേ. ദൈവത്തിന്റെ ഒരു സ്വഭാവവിശേഷമായിട്ട് പറയാം ഉറക്കമില്ലെന്ന്. ഈ ചില ആളുകൾ ഉറക്കമില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി മെസ്സേജ് വിടുക. അങ്ങനത്തെ ഉറക്കമില്ലായിരിക്കല്ല, ഉറക്കമില്ല. അപ്പൊ ഈ ഉറക്കം എന്ന് പറയുന്നത് ഒരു ബലഹീനതയാണ്, ഉണർവ്. അപ്പൊ ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവെ, നിന്റെ ഉണർവിനെ സ്തുതിപ്പാനായിട്ട് അടുത്തത് പാപമുഴുകലിൽ നിന്ന് ഞങ്ങളുടെ ഉറക്കത്തെ നീ ഉണർത്തണമേ. ഇവിടെയാണ് ഏറ്റവും വലിയത്. നമ്മൾ ഈ പാപം എന്ന കോൺസെപ്റ്റ്, നമ്മൾ പാപം എന്ന് പറയുമ്പോഴേ നമ്മൾ അത് ചെയ്തു, ഇത് ചെയ്തു, പിന്നെ അത് ചെയ്തു, പിന്നെ ഇത് ചെയ്തു, അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു ലിസ്റ്റ് മനസ്സിലേക്ക് വരും. പാപം എന്ന് പറഞ്ഞാൽ അതല്ല. പാപം എന്നാൽ ഒരു ആക്ഷൻ അല്ല, പാപം ഒരവസ്ഥയാണ്. അത് പിന്നെയും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സുറിയാനി സഭാംഗങ്ങളും മനസ്സിലാക്കണം. പാപം എന്നാൽ നിങ്ങളുടെ അവസ്ഥയാണ്, നിങ്ങളുടെ എല്ലാം നമ്മുടെ എല്ലാം അവസ്ഥയാണ്. പാപം എന്നത് പ്രവൃത്തിയുണ്ട്, എന്നത് പാപത്തിന്റെ പ്രവൃത്തിയാണ്. എന്നാൽ പാപം ഒരു പ്രവൃത്തിയല്ല, പാപം ഒരവസ്ഥയാണ്. അത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ മർത്യതയാണ് പാപം, അല്ലെങ്കിൽ മോർട്ടാലിറ്റിയാണ് പാപം. നമ്മൾ മരിക്കുന്ന ശരീരത്തിലാണ്, നമ്മൾക്ക് മരണമുണ്ട്, ക്ഷയമുള്ള ശരീരത്തിലാണ്. ഈ മരിക്കാവുന്ന അവസ്ഥ, ഈ മോർട്ടൽ സ്റ്റേറ്റ്, മോർട്ടാലിറ്റി, മർത്യത, അതാണ് പാപം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവേ, നിന്റെ ഉണർവിനെ സ്തുതിപ്പാനായിട്ട് പാപം മുഴുകലിൽ നിന്ന് ഞങ്ങളുടെ ഉറക്കത്തെ നീ ഉണർത്തണമേ. മരണമില്ലാത്ത ജീവനുള്ളവനെ, മരണമില്ലാത്ത ജീവനുള്ളവനെ. അപ്പൊ നമ്മുടെ ജീവൻ എന്താണ്? ടെമ്പററി ലൈഫാണ്, മരണമുള്ള ജീവനാണ്. എന്നാൽ അൺഎൻഡിങ് ലൈഫ്, ഒരിക്കലും അവസാനിക്കാത്ത നിത്യജീവൻ, മരണമില്ലാത്ത ജീവനുള്ളവനെ, നിന്റെ കരുണയെ വന്ദിപ്പാനായിട്ട് മരണവും ക്ഷയവുമാകുന്ന നിദ്രയിൽ നിന്ന് ഞങ്ങളുടെ മരണത്തെ നീ ജീവിപ്പിക്കണമേ. ഞങ്ങളുടെ മരണത്തെ നീ ജീവിപ്പിക്കണമേ. ഹൗ ബ്യൂട്ടിഫുൾ! എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. നിന്റെ കരുണയെ വന്ദിപ്പാനായിട്ട് മരണവും ക്ഷയവുമാകുന്ന നിദ്രയിൽ നിന്ന് നീ ഞങ്ങളുടെ മരണത്തെ ജീവിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ. ഇനി ഞാനൊരു കാര്യം പറയാം. നമ്മൾ പലപ്പോഴും ഈ പ്രാർത്ഥനാ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ഓരോ മൂവ്മെന്റുകളിൽ പോവാണ്. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് വിട്ട് വേറൊരു ഗ്രൂപ്പിൽ പോയി, അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ പോയി പതിവായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്. നമ്മൾ പതിവായി പറയുന്ന ആത്മീക വളർച്ച. നമുക്ക് ആത്മീക വളർച്ച പ്രാപിക്കണം, ആത്മീക വളർച്ച. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ 2018 എന്ത് ആത്മീക വളർച്ച പ്രാപിച്ചു? 2017 നിങ്ങൾ എന്ത് ആത്മീക വളർച്ച പ്രാപിച്ചു? 2016 നിങ്ങൾ അതെല്ലാം പോട്ടെ, 2019 വന്നു 3 മാസമാകുക. ഈ 3 മാസം കൊണ്ട് നിങ്ങൾ എന്ത് ആത്മീക വളർച്ച പ്രാപിച്ചു? 2018 കേട്ട തരത്തിലുള്ള പ്രസംഗങ്ങൾ അതേ നിലവാരത്തിൽ നിങ്ങൾ കേൾക്കുന്നു. അതുപോലെ തന്നെയുള്ള ഒരു ആവറേജ് പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയുള്ള ഒരു ആവറേജ് കൂട്ടായ്മ കൂടി ആവറേജ് ആയിട്ട് ഒരു ശരാശരിയായിട്ട് തന്നെ വീണ്ടും പോകുന്നു. ഇനി ഈ തരത്തിൽ ഒരു 10 വർഷവും കൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ അവസരം കിട്ടിയാൽ 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്താവും? ഇങ്ങനെ തന്നെ ഇരിക്കും. ഒരുപക്ഷെ കുറെ കൂടെ നിരാശ, കുറെ കൂടെ ദുഃഖം, കുറെ കൂടെ ഹൃദയത്തിൽ മുറിവുകൾ ഒക്കെ ഏറ്റ് ഒരുപക്ഷെ ഇതിനേക്കാൾ താഴ്ന്ന ഒരവസ്ഥയിലായിരിക്കും. മോസ്റ്റ് പ്രോബബിളി ഇതിനേക്കാൾ താഴ്ന്ന അവസ്ഥയിലായിരിക്കും. അപ്പോൾ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? നിങ്ങൾക്ക് എത്തരത്തിലുള്ള ആത്മീക വളർച്ച ഉണ്ടാകുന്നു? ഞാൻ ഓരോ വിശ്വാസികളോടും ചോദിക്കുകയാണ്. നിങ്ങൾക്ക് സ്വയം കോളം പൂരിപ്പിക്കുക, എനിക്കൊന്നും റിപ്പോർട്ട് തരണ്ട. സ്വയം ചിന്തിക്ക്, കുടുംബമായിട്ട് ചിന്തിക്ക്. നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച കേട്ട പ്രസംഗം എന്താണ്? അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പതിവ് പല്ലവികൾ. നമ്മൾ എന്ത് ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയാണ് ആ ഗ്രൂപ്പിൽ പോയി ചേർന്നതെന്ന് ചിന്തിക്കണം. നമുക്ക് വിടുതൽ കിട്ടും എന്ന് പറഞ്ഞ് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം എന്നൊക്കെ പലതരത്തിലുള്ള മോഹങ്ങളുണ്ട്. അത് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ ഈ പ്രാർത്ഥനയുടെ ആഴം, അപ്പൊ എല്ലാവരും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഞാനൊരു കൽപ്പന പറയുകയല്ല, നിങ്ങളുടെ ഒരു റിക്വസ്റ്റ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രയർ. അപ്പൊ കഴിഞ്ഞ ദിവസം ജിജി പോൾ എന്ന് പറയുന്ന ബഹുമാന്യ സഹോദരൻ, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു,
അപ്പൊ ഈ പറഞ്ഞ പ്രുമിയോനും സെതറായും ഒന്നും പ്രാർത്ഥിക്കാൻ അവസരമില്ലാത്ത ആളുകളുടെ കാര്യം എങ്ങനെയാകും? ഇതൊന്നും ഇങ്ങനെ പാരമ്പര്യമായിട്ടൊന്നും കിട്ടാത്ത എത്രയോ ആളുകൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് യേശുവിന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അവരങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ഞാനൊരിക്കലും അവരെല്ലാം കൂടെ ഇന്ന് പ്രുമിയോനും സെതറായും വായിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഏറെ കിട്ടിയവനോട് ഏറെയും കുറച്ച് കിട്ടിയവനോട് കുറച്ചും ചോദിക്കും. ഇപ്പൊ എല്ലാ മനുഷ്യർക്കും പ്രുമിയോനും സെതറായും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് സെഞ്ചുറി തൊട്ട് വിശുദ്ധന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും അതരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ ആ പ്രാർത്ഥനകൾ സ്വാംശീകരിച്ച് അവയ്ക്ക് അക്ഷരരൂപം നൽകി അത് തലമുറകൾക്ക് വേണ്ടി പകർന്നു കൊടുത്തിരിക്കുന്ന അതിശ്രേഷ്ഠമായ പ്രാർത്ഥനാ മണികൾ നമ്മുടെ കയ്യിലുള്ളപ്പോൾ കിട്ടിയവർ അത് ഉപയോഗിക്കാൻ വിമുഖത കാണിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മറ്റു തരത്തിലുള്ള പ്രാർത്ഥന ശരിയല്ല, അത് തെറ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഹിന്ദുമതത്തിൽ പല ഗ്രൂപ്പുകളുണ്ട്. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഒറ്റ മതമല്ല. നമ്മൾ കാണുന്ന ഹിന്ദുമതം, അല്ലെങ്കിൽ നമ്മൾ ദൈനംദിനം കാണുകയും ഇടപെടുകയും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഹിന്ദുമതത്തിന്റെ ഒരു ഫോക്ക് ഫോമാണ്, ഫോക്ക് ഹിന്ദുയിസമാണ്. ഹിന്ദുയിസത്തിന്റെ ഒരു നാടൻ രൂപമാണ്. ഹിന്ദുയിസത്തിൽ ഒരുപാട് സ്കൂളുകളുണ്ട്, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. മീമാംസയുണ്ട്, യോഗയുണ്ട്, സാഖ്യയുണ്ട്, അങ്ങനെ പല പല ഗ്രൂപ്പുകളുണ്ട് അവർക്ക്. അപ്പൊ അതിലൊക്കെ വേദിക് ബ്രാഞ്ച് ഉണ്ട്. വേദിക് ഹിന്ദുയിസം, മീമാംസ ഹിന്ദുയിസം, യോഗ ഹിന്ദുയിസം. നിങ്ങൾക്ക് മനസ്സിലാവും, അങ്ങനെ ഒത്തിരി ഒത്തിരി ലെവലുകളിലാണ് ഇത് പോകുന്നത്. അതിന്റെ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ പ്രാക്ടീസ് ഓഫ് റിലീജിയനും ഈ ബേസിക് ഫോക്ക് റിലീജിയന്റെ പ്രാക്ടീസും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ ഫോക്ക് ഹിന്ദുയിസം ഇതെല്ലാം ഹിന്ദുക്കളാണ്. ഇപ്പൊ ഫോക്ക് ഹിന്ദുയിസത്തിൽ ഇപ്പം നമുക്ക് വളരെ പരിചയമുള്ളത് ഈ റോഡിൽ കൂടെ തുള്ളിക്കൊണ്ട് പോവുക, കാവടി ആടുക, ശൂലം കുത്തുക. ഇതൊക്കെയാണ് നമുക്ക് ഹിന്ദുയിസത്തെ പറ്റി അറിയാവുന്നത്. അത് അതിന്റെ ഏറ്റവും അൺറിഫൈൻഡ് ഫോം അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഫോമാണ്. ഭയങ്കരമായിട്ട് വെയിലത്ത് കിടന്ന് തുള്ളുക, നമ്മൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് വെയിലത്ത് കിടന്ന് തുള്ളി 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 ഇങ്ങനെ ഈ ശൂലോ നാരങ്ങായും ഒക്കെ വായിലൂടെ ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് ഇങ്ങനെ നാക്കെല്ലാം നീട്ടി ഇങ്ങനെ തുള്ളി 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 ഇങ്ങനെ വരിക. അത് ഹിന്ദുയിസമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതാണ് ടോട്ടലി നോ. അതല്ലാതെ അതിശ്രേഷ്ഠമായിരിക്കുന്ന വേദങ്ങൾ അവർക്കുണ്ട്, ഉപനിഷത്തുകൾ അവർക്കുണ്ട്, അവരുടെ മീമാംസാകാരന്മാരുണ്ട്, വിവിധ വിഭാഗങ്ങളിലുണ്ട്, അവരുടെ മന്ത്രോച്ചാരണങ്ങളുണ്ട്, അവരുടെ തത്വശാസ്ത്രമുണ്ട്, അവർക്ക് ഹൈ ഫിലോസഫി ഉണ്ട്. അപ്പൊ ആ ലെവലിൽ നിൽക്കുന്നവരുണ്ട്. അപ്പൊ അവര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, മന്ത്രങ്ങൾ, അത് വേറൊരു ലെവലാണ്. അപ്പൊ അതും ഈ റോഡിൽ കൂടെ പോകുന്നവരെല്ലാം ആ മന്ത്രങ്ങൾ പഠിച്ചിട്ട് ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ, യജുർവേദത്തിലെ മന്ത്രങ്ങളും സാമവേദത്തിലെ മന്ത്രങ്ങളും ഇവർ ഉരുവിടണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് ബുദ്ധിമുട്ടായിത്തീരും. പല ലെവലാണ്, പല സ്കെയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരുടെ മതം തെറ്റ് അല്ല, ഇവരുടെ മതം ശരി എന്നല്ല. അപ്പൊ അതുകൊണ്ട് റോഡിൽ കൂടെ തുള്ളുന്നവൻ തുള്ളട്ടെ, അത് ആ മതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവനാണ് സ്പിരിച്വൽ. അപ്പൊ ഒരു തെറ്റിദ്ധാരണയാണ്, മറ്റേ അവിടെ ഇരുന്ന് അവരെ അതിന്റെ പെറുവിറുക്ക, ഇത് നോക്കിക്കേ ആണ് തുള്ളി വേർത്ത് അധ്വാനിച്ച് ഇളകി മറിഞ്ഞ്. ഇറ്റ്സ് എ ഫോം, ഇറ്റ്സ് എ ഫോക്ക് ഫോമാണ്, ഫോക്ക് റിലീജിയനാണ്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയിലും. ഇപ്പൊ ഈ തുള്ളി മറിഞ്ഞ അതാണ് ആരാധന. അതൊരു ആരാധനയാണ്, അതൊരു ഫോമാണ്. അതിനെ നമ്മൾ നിരാകരിക്കുന്നില്ല, നിഷേധിക്കുന്നില്ല, അവഹേളിക്കുന്നില്ല, ആക്ഷേപിക്കുന്നില്ല, അധിക്ഷേപിക്കുന്നില്ല, എഴുതി തള്ളുന്നില്ല. അതുണ്ട്. അത് ഉള്ളപ്പോ ആ തുള്ളുന്നവർ ഈ ചൊല്ലുന്നവരെ കുറ്റം പറയരുത് എന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ സന്ദേശം, സാരം, ഇതിന്റെ ചുരുക്കം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും നാളിവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് ഈ തുള്ളുന്ന ആളുകൾ ചെന്നിട്ട് ഈ ചൊല്ലുന്ന ആളുകളെ പരിഹസിക്കുക, അവരുടെ അനുയായികൾ പരിഹസിക്കുക, നിങ്ങളത് ശരിയല്ല, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന് ഈ തുള്ളിയെങ്കിലേ ശരിയാവുള്ളൂ എന്ന്. അങ്ങനെ വേദമന്ത്രോച്ചാരണങ്ങൾ നടത്തി ഹവ്യമർപ്പിക്കുന്ന യാഗപീഠത്തിന്റെ മുമ്പിൽ നിന്ന് ഈ ഇവരെ വിളിച്ച് തെരുവിലിറക്കി അവന്റെ കവളയിലോട്ട് ശൂലം കുത്തുന്ന ഒരു പരിപാടി. എന്നിട്ട് നീയും തുള്ളിക്കോ എന്ന് പറയുക. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ ശരി. അങ്ങനെയുള്ള പിടിവാശികൾ അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ബഹുമാന്യനായിരിക്കുന്ന എന്റെ സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ ലൈവിൽ പറയാം. കാരണം അതേ ചോദ്യം പലർക്കും കാണും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശരിയല്ല.
ഞാൻ നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥന ശരിയാണ്, നിങ്ങൾ ശൂലം കുത്തുന്നത് ശരിയാണ്, നിങ്ങളുടെ നാരങ്ങ വെക്കുന്നത് ശരിയാണ്, നിങ്ങൾ നാക്ക് നീട്ടി ചാടുന്നത് ശരിയാണ്. ചാടിക്കോ. അതൊരു ഫോക്ക് ഫോമാണ്. പക്ഷേ പ്രുമിയോനും സെതറായും എക്ബോയും കോലോയും എനിയോനായും കുക്കുലിയോനും ഒക്കെ കിട്ടിയിട്ടുള്ളവർ അത് ചൊല്ലുന്നതാണ് യോഗ്യത. അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇനി അതിശ്രേഷ്ഠതയുള്ള ഒരു മാർഗം ഞാൻ കാണിച്ചു തരാം. അതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്. ഞാൻ ക്ലിയർ ചെയ്യുകയാണ്, അല്ല ഞാൻ ആരെ നിരാകരിക്കുന്നല്ല, അത് തെറ്റാണെന്ന് പറയുന്നല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ മരണത്തെ നീ ജീവിപ്പിക്കണമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ. കണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ? പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സ്വർഗത്തിലും ഭൂമിയിലും നീ സ്തുതിക്കപ്പെട്ടവനും വാഴ്ത്തപ്പെട്ടവനുമാകൊണ്ട് നിന്നെ സ്തുതിക്കുന്നവരായ സ്വർഗീയ മാലാഖമാരുടെ മഹത്വമുള്ള വൃന്ദങ്ങളോടൊന്നിച്ച് വിശുദ്ധിയോടുകൂടെ ഇപ്പോഴും എല്ലാ കാലത്തും എന്നേക്കും നിന്നെ സ്തുതിച്ചു പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഞാൻ എല്ലാ പ്രാർത്ഥനകളും വായിക്കുന്നില്ല. തുടർന്നുള്ള മസുമൂറ, എനിയോനോ, എഗ്ബോ, കോലോകള്, ബോബൂസോ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവിടെ നിന്ന് മുന്നോട്ട് പോയിട്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മാലാഖമാരുടെ സ്തുതിപ്പ് എന്ന ഒരു പ്രയർ ഉണ്ട്. മാലാഖമാരുടെ സ്തുതിപ്പ്. അപ്പൊ അത് ഞാനൊന്ന് വായിക്കാം. അത്യുന്നതങ്ങളിൽ സ്വർഗത്തിലെ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേരുമായ ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യ മക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം ഞങ്ങൾ നിനക്ക് കരയേറ്റുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ കർത്താവെ, നിന്നെയും യേശുമിശിഹായായ ഏകപുത്രനായിരിക്കുന്ന ദൈവമായ കർത്താവെ, പരിശുദ്ധ റൂഹായോടുകൂടെ നിന്നെയും നിന്റെ സ്തുതിയുടെ വലിപ്പ നിമിത്തം ഞങ്ങൾ സ്തുതിക്കുന്നു. സോ വർഷിപ്പ് ഗോസ് ടു ട്രിനിറ്റി. ഇറ്റ്സ് വെരി ക്ലിയർ. തിയോളജിക്കലി ആണ് ഇത് എഴുതിയിരിക്കുന്നത്. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ ദൈവമായ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. അപ്പൊ ഇവിടെ നോക്ക്, ആ പ്രയർ പോകുന്ന പോക്ക് നോക്ക്. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിച്ചവനല്ല. നമ്മുടെ കോമൺ അണ്ടർസ്റ്റാൻഡിങ് ലോകത്തിന്റെ പാപത്തെ വഹിച്ചാന്നാ. നോ, ഇവിടെ പറയാണ് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ. നോക്ക്, പ്രസന്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് ടെൻസ് ഒരുമിച്ച് പറയുക. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ ദൈവമായ കർത്താവെ, ദൈവത്തിന്റെ കുഞ്ഞാടായ. കണ്ടോ? അപ്പൊ ചിലരുടെ മനസ്സിൽ ലഡു പൊട്ടി ആദ്യത്തേത്. കാരണം പിതാവായ ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ കർത്താവെ, നിന്നെയും യേശുമിശിഹായായ ഏകപുത്രനായിരിക്കുന്ന ദൈവമായ കർത്താവെ. അപ്പൊ യാതൊരു ആശങ്കയില്ല, ആശയക്കുഴപ്പമില്ല. പുത്രനെ അഡ്രസ് ചെയ്യുമ്പോൾ ദൈവമായ കർത്താവെ എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ ദൈവമായ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനും തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് മഹത്വത്തോടുകൂടി ഇരിക്കുന്നവനുമായുള്ളവേ, നിന്റെ ചെവി ചായച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് പരിശുദ്ധ റൂഹായോടുകൂടെ യേശു മിശിഹായ നീ മാത്രം കർത്താവാകുന്നു. ആമീൻ. എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവെ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാമം മഹത്വമുള്ളൂ. നീ എന്നേക്കും മഹത്വങ്ങളിൽ പ്രാഭവമുള്ളവനുമാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, നിനക്കും ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായ്ക്കും പുകഴ്ച ചേർച്ചയാകുന്നു. അതിപ്പോഴും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. This from the beginning, now and for ever and evermore. കണ്ടോ? 3 കാലങ്ങളെ സ്പർശിക്കുന്ന ഒരു വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം ദ ബിഗിനിങ്. ആദി മുതൽ വർഷിപ്പ് പോകുമ്പോൾ ആദി മുതൽ. ഇപ്പൊ നമ്മൾ സ്തുതിക്കല്ല, ആദി മുതൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഉലകസ്ഥാപനത്തിൻ മുൻപുളവായൊരൻപാൽ തിരഞ്ഞെടുത്തവൻ. കണ്ടോ? നമ്മെ ഉലകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് മുതലുള്ള പ്രൈസ് ആണ് ഓഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ ഇന്ന്. അടുത്തത് വരുവാനുള്ള ലോകത്തിലേക്കുള്ള സ്തുതിയും
അഡ്വാൻസ് ആയിട്ട് കരയറ്റുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ പ്ലേസ് അവിടെ ഉറപ്പാണ്. കമ്മിങ് വേൾഡിലേക്കുള്ള വർഷിപ്പ് ദിസ് വേൾഡിൽ അർപ്പിക്കുകയാണ്. ഇതാണ് മിസ്റ്ററി, ദ മിസ്റ്റിക് പാർട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി. ഇതാണ് പ്രൊട്ടസ്റ്റന്റ് വേൾഡ് ദയനീയമായി വിട്ടുകളഞ്ഞത്, മിസ്റ്ററി. സുറിയാനി കുർബാനയിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്: ഉന്നത പദവിയിലേറിയതാ ഇന്നിപ്പോൾ പട്ടക്കാരൻ. അത് ചുമ്മാ പാടുന്നല്ല അത്. കാരണം ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്തുള്ള ഒരു പ്രാർത്ഥനയാണ്: ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ഇതൊരു ബലിയാണ് എന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂശിൽ നടന്ന ബലി. കാൽവരി ക്രൂശിൽ നടന്ന ബലി. ഇപ്പൊ ദൈവം കാലാതീതനാകുന്നു. കാലാതീതനായ ദൈവത്തിന് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ല. നമുക്കത് ഹ്യൂമൻ ബ്രെയിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. മനുഷ്യനത് മനസ്സിലാക്കാൻ അല്പമെങ്കിലും സഹായിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. നിങ്ങൾക്ക് അറിയാവോ, നമുക്ക് യാതൊരു ആധ്യാത്മിക സിദ്ധിയും ഇല്ലാതെ ഭൂതകാലത്തിലേക്ക് നോക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാവോ? ഭൂതകാലത്തിലേക്ക് നോക്കാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും കഴിവ് വേണ്ട, സ്പെഷ്യൽ കഴിവൊന്നും ഇല്ലാതെ ഭൂതകാലത്തിലേക്ക് നോക്കാൻ ആർക്ക് പറ്റും? നമ്മൾ ഈ ടെലസ്കോപ്പ് വെച്ചിട്ട് സ്പേസിലേക്ക് നോക്കത്തില്ലേ? സ്പേസിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ കാണുകയാണ്. 10 ലക്ഷം പ്രകാശവർഷം അകലെയുള്ള ഒരു നക്ഷത്രം, 8 ലക്ഷം പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രം, 30 ലക്ഷം പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രം. ഈ നക്ഷത്രത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ പതിക്കുന്ന പ്രകാശം, ഇപ്പൊ നമ്മൾ സൂര്യനെ കാണുകയാണ്. നമ്മൾ കാണുന്ന സൂര്യൻ ഇപ്പോഴത്തെ സൂര്യനല്ല, 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനെയാണ്. കാരണം സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ വരണമെങ്കിൽ 8.5 മിനിറ്റ് വേണം. അപ്പൊ നിങ്ങൾ കാണുന്ന സൂര്യൻ ഇപ്പോഴത്തെ സൂര്യനല്ല, 8.5 മിനിറ്റ് മുമ്പത്തെ സൂര്യനെയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന നക്ഷത്രങ്ങൾ 10 ലക്ഷം വർഷം മുമ്പുള്ള നക്ഷത്രമാണ്. ഇപ്പോൾ ഒരു നക്ഷത്രം പൊട്ടിത്തകർന്ന് കെട്ടില്ലാതെ ആയാലും ആ നക്ഷത്രം പൊട്ടിത്തകർന്ന് കെട്ടില്ലാതെ ആകുന്ന കാഴ്ച നമ്മൾ കാണണമെങ്കിൽ 10 ലക്ഷം വർഷം കഴിഞ്ഞാ ഭൂമിയിലുള്ളവർ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ ചിലപ്പോൾ ആക്ച്വലി അവിടെ കാണണമെന്നേ ഇല്ല. കാരണം 10 ലക്ഷം, ഞാൻ ഉദാഹരണം പറഞ്ഞു, 10 ലക്ഷം, 8 ലക്ഷം, 6 ലക്ഷം ഒക്കെ ഭൂതകാലത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ മിഴികൾ തുറക്കുന്നത് ഭൂതകാലത്തിലേക്കാണ്. വിസ്മയത്തിന്റെ ഒരു പ്രപഞ്ചത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വെറും കണ്ണുകൾ കൊണ്ട് ഭൂതകാലത്തിലേക്ക് നോക്കാൻ കഴിയും. വെറും കണ്ണുകൾ കൊണ്ട് ഭൂതകാലത്തിലേക്കാണ് നോക്കുന്നത്. ഈ സയൻസ്, ഈ ഓർബിറ്ററികളിലെല്ലാം ഇരുന്ന് ശാസ്ത്രജ്ഞന്മാർ നോക്കുന്നത് പാസ്റ്റിലേക്കാണ്. പാസ്റ്റിലേക്ക്. ഞാനിവിടെ താമസിക്കുന്ന നാസയുടെ അടുത്താണ്. നാസയിൽ ഇരിക്കുന്നവരെല്ലാം നോക്കുന്നത് ഭൂതകാലത്തിലേക്കാണ്. എബ്രായ ലേഖനം 13:8 മുത്തം കൊടുത്ത് വായിക്കേണ്ടിയ തിരുവെഴുത്താണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം ഫോർ യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നേക്കും സെയിം ആണ്. ഹീസ് ബിയോണ്ട് എനി കൈൻഡ് ഓഫ് ടൈം ലിമിറ്റ്. ഒരു ടൈം ഫ്രെയിമിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് ഈ ടൈം ഫ്രെയിം എന്ന പരിമിതിയിൽ നിന്ന് ടൈം ഫ്രെയിം ഇല്ലാത്ത ആത്മതലങ്ങളിലേക്ക് ഇതാ പട്ടക്കാരൻ ഉയർത്തപ്പെടുന്നു. അതാണ് താഴെ നിന്നിട്ട് പാടുന്നത്. ഈ പാട്ട് പാടുമ്പോൾ സുറിയാനിക്കാരൻ എന്താ പാടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാ പാടുന്നത്: ഉന്നത പദവിയിലേറിയതാ ഇന്നിപ്പോൾ പട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ നൗ ഹി സ്റ്റാൻഡിങ് ജസ്റ്റ് അണ്ടർ ദ ക്രോസ് ഓഫ് കാൽവരി. ഇപ്പോൾ ഇതാ ഈ പട്ടക്കാരൻ നിൽക്കുന്നത് കാൽവരിയിലെ ക്രൂശിന്റെ ചുവട്ടിലാണ്. കാരണം there is no time difference. ഇതാണ് ബലി ആവർത്തിക്കുവോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. യെസ്, ആവർത്തിക്കുന്നില്ലല്ലോ, ഒറ്റ ബലി ചേർത്ത് വെക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അപ്പം ഒന്നാകുന്നു, സകലരെയും ഇത് ഒരുമിപ്പിക്കുന്നു. മിസ്റ്ററിയാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് എ മിസ്റ്റിക് റിലീജിയൻ. നമ്മളതെല്ലാം മിസ് ചെയ്തു. ചെയ്തിട്ട് നമ്മളിതെല്ലാം ഓർമ്മയാണെന്നും അപ്പമാണെന്നും നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് നമ്മൾ പരിഹസിക്കുകയാണ്. എന്നാൽ ഇത് കൈകാര്യം ചെയ്യുന്നവർക്കും അത് അറിയത്തില്ല, അത് പറഞ്ഞു കൊടുക്കാൻ. ഇവർ ചോദിക്കുമ്പോൾ അവരും അതും ഇതും പറയുകയും ഒഴിഞ്ഞു മാറുകയും.
ധൈര്യത്തോടെ പറയണം, മനസ്സിലാക്കണം, ഗ്രഹിക്കണം, താഴെ നിന്നിട്ട് ഗ്രഹിക്കണം. ഹോളി എലമെന്റ്സിനെ കൈകാര്യം ചെയ്യുന്ന ഭട്ടക്കാരനെ കോൺഗ്രിഗേഷന്റെ പ്രാർത്ഥനയോടുകൂടി ആ പ്രാർത്ഥന ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ പാടുന്ന ചുമ്മാ പാടുകയല്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പം ഉന്നത പദവിയിൽ ഏറിയതാ ഇന്നിപ്പോൾ പട്ടക്കാരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകണം. കാരണം സംഗതി മാറി, റലം മാറി, തലം മാറി അവിടെ. അതുകൊണ്ടാ പറയുന്നത്, വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ പദാർത്ഥങ്ങളുടെ മേൽ പരിശുദ്ധ റൂഹ പൊരുന്നി ആവസിപ്പിച്ച് ഇവയെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ശരീരവും രക്തവുമാക്കി മാറ്റുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. കാരണം എന്താണെന്നറിയാമോ? ടൈമിന്റെ ലിമിറ്റിനെ ബ്രേക്ക് ചെയ്യാണ്. അത് അമർത്യതയിലേക്കുള്ള കുതിപ്പാണ്. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, തിയറി ഓഫ് റിലേറ്റിവിറ്റി. പ്രകാശത്തിന്റെ വേഗത്തിന് അതിജീവിക്കുവാൻ മനുഷ്യന് കഴിഞ്ഞാൽ മരണത്തെ അതിജീവിക്കുകയാണ്. അതാണ് ന്യൂറോനോ പറഞ്ഞത്, ദിസ് ഈസ് ദ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി. നമ്മൾ കാലത്തിന്റെ പരിമിതികളെ, കാലത്തിന്റെ തിരശീലയെ വലിച്ചു കീറിയിട്ട് ആ കാലത്തിനപ്പുറത്തേക്ക്, സമയത്തിന്റെ പരിമിതിക്കപ്പുറത്തേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അതാ നാഴിക എത്ര ഭയങ്കരവും എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. കാരണം എന്താണെന്നറിയാമോ? മരണത്തിന്റെ ആ കറുത്ത കട്ടിയുള്ള ചീലയെ വലിച്ചു കീറുന്ന ആത്മാവിന്റെ ശക്തി. മാത്യു ഫിലിപ്പ് പിന്നെ വിളിക്ക്. മാത്യു ഫിലിപ്പ് എനിക്ക് മെസ്സേജ് അയക്കുന്നു. മരണത്തിന്റെ ശക്തി. അപ്പൊ അതിലേക്ക് നമ്മൾ പോവുകയാണ്. അതാണ് മാലാഖമാരുടെ സ്തുതിപ്പ്. ഈ സ്തുതിപ്പിനകത്ത് ആർക്കും സ്തുതിക്കാം, ഈവൻ പെന്തക്കോസ്തുകാർക്കും സ്തുതിക്കാം. അതുകൊണ്ട് ഗെറ്റ് എ കോപ്പി ഓഫ് ദിസ് മാലാഖമാരുടെ സ്തുതിപ്പ്, അറ്റ്ലീസ്റ്റ് ദിസ് പ്രയർ, ദാറ്റ് വിൽ ഹെൽപ്പ് യു വെരി മച്ച്. ഈ പ്രാർത്ഥന നിങ്ങളെ വളരെ സഹായിക്കും. ഞാൻ ശുപാർശ ചെയ്യാണ്, എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇറ്റ് ഈസ് വെരി ഗുഡ് പ്രയർ. ബൈബിൾ പോലെ തന്നെ നിങ്ങൾക്ക്, കാരണം അതിനകത്ത് ഇനിയിപ്പം പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇടർച്ച ഉണ്ടാകുന്ന മാതാവോ വിശുദ്ധന്മാരോ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിയർ പിതാവിന്റെ പുത്രന്റെ പേര് എങ്ങനെ ട്രിനിറ്റേറിയൻ വർഷിപ്പ് നടത്തണമെന്ന് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു. അങ്ങനെ ചോദിച്ചവർക്ക് ഇഫ് യു വാണ്ട് ഇതിന്റെ ഒരു കോപ്പി ഞാൻ അയച്ചു തരാം, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് ഇല്ലാത്തവർക്ക്, അത്യുന്നതങ്ങളിൽ സ്വർഗത്തിലെ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേരുമായ ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. അപ്പം സ്വർഗത്തിലെ മാലാഖമാരുടെ സ്തുതിപ്പ് എങ്ങനെയാണ്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. വർഷിപ്പ് 3 പ്രാവശ്യമാണ്. ട്രിനിറ്റിക്കാണ് വർഷിപ്പ്, ട്രിനിറ്റേറിയനാണ് വർഷിപ്പ്. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് 6-ാം അധ്യായത്തിൽ, ഉമ്മരപ്പടി കുലുങ്ങുന്ന വിധത്തിൽ ആലയം പോകം കൊണ്ട് നിറയുമ്പോൾ സെറാഫുകൾ ഒരുത്തനോടൊരുത്തൻ പരസ്പരം അഭിമുഖമായി നിന്ന് വർഷിപ്പ് ചെയ്യുകയാണ്. ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യുക. സെറാഫുകൾ 3 സെറാഫാണ് ഉണ്ടായിരുന്നത് ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യാൻ. 3 സെറാഫ്. അതിലൊരു സെറാഫാണ് താഴോട്ട് വെട്ടുകൊണ്ടുപോകുന്നത്. പിന്നെ ഇപ്പൊ 2 സെറാഫേ ഉള്ളു അവിടെ. യെശയ്യാവ് കാണുമ്പോൾ 2 സെറാഫേ ഉള്ളു. ഒരാളാണ് താഴോട്ട് പോകുന്നത്. ഇനി എസക്കിയേൽ കാണുന്ന ഒരു ദർശനമുണ്ട്. എസക്കിയേൽ, അത് എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. അത് വളരെ വിശദമായിട്ടുള്ള ഒരിതാണ്. 4 ജീവികൾ കാണുകയാണ്. ഞാൻ നോക്കിയപ്പോൾ വടക്കു നിന്നൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ല സ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം ഞാൻ കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു. ഓരോന്നിനും 4 മുഖവും 4 ചിറകുമുണ്ടായിരുന്നു. അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയുമായിരുന്നു. വളരെ വിശദമായ ഒരു പ്രവചനമാണ്. അവിടെ നമ്മൾ വായിച്ചു മുന്നോട്ട്, നിങ്ങൾ സമയമുള്ളപ്പോൾ ഇരുന്ന് വായിക്കണം. എസക്കിയേൽ പ്രവചനം 1-ാം അധ്യായം. എല്ലാ ദിവസവും ആ ഒരു അധ്യായം വായിക്കുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ നറീഷ്മെന്റിന് നല്ലതാണ്. എവരിഡേ ഒരു 30 ദിവസത്തേക്ക് ഒരു മരുന്നിന്റെ കുറിപ്പടി പോലെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നൊരു വായിക്കുക. എസക്കിയേൽ പ്രവചനം 1-ാം അധ്യായം. ആ എസക്കിയേൽ പ്രവചനം 1-ാം അധ്യായം മാത്രം എല്ലാ ദിവസവും ഒരു 30 ദിവസത്തേക്ക് വായിച്ചു നോക്കുക. നിങ്ങൾ ടോട്ടലി ചേഞ്ച് ആയിപ്പോവും. ഞാൻ ഗ്യാരണ്ടി. ഇല്ലെങ്കിൽ 30 ദിവസം കഴിയുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുക. നിങ്ങൾ മാറും. കാരണം ഈ തിരുവെഴുത്തുകൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കണം. അപ്പൊ അതിൽ 26-ാം വാക്യത്തിൽ അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിനു മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും
സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെയാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ മോശ യഹോവയെ കാണുന്നുണ്ട്. പർവ്വതത്തിന്റെ മുകളിൽ ചെല്ലുമ്പോൾ മോശ കണ്ട കാഴ്ചയിൽ മോശ പറയുന്നുണ്ട്, അവന്റെ കാലിന്റെ താഴെ നീലക്കല്ലിന്റെ തളം പടുത്തതുപോലെ ഇരുന്നു. ബ്ലൂവിഷ് ലൈറ്റ്. ആ സെയിം ലൈറ്റ് ആണ് യഹസ്കേൽ ഇവിടെ കാണുന്നത്. ഇപ്പൊ ആ നീലക്കല്ലിന്റെ കളറുള്ള ആ കാഴ്ചയ്ക്ക് മുകളിലാണ് അവന്റെ സിംഹാസനം, ബ്ലൂവിഷ് കളറാണ്. അതിന് മുകളിൽ അവൻ ഇരിക്കുകയാണ് മനുഷ്യന്റെ രൂപത്തിൽ. എന്ന് പറഞ്ഞാൽ യേശു വചനം മനുഷ്യനായി ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഈ മനുഷ്യരൂപത്തിൽ തന്നെ പുത്രൻ തമ്പുരാനെ യഹസ്കേൽ കാണുകയാണ്. ഈ കാണുന്നത് പുത്രൻ തമ്പുരാനെയാണ്. യഹോവയെ കണ്ടു എന്ന് പറഞ്ഞ ഒരു പുത്രനെയാണ് കണ്ടത്. പിതാവിനെ ആരും കണ്ടിട്ടില്ല, കണ്ടതെല്ലാം പുത്രനെയാണ്. പുത്രനെ കാണുകയാണ്. പിന്നെ അവിടെ പോകുമ്പോൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വർഷിപ്പാണ് കാണുന്നത്. 3-ാം അധ്യായം 12-ാം വാക്യം, അപ്പോൾ ആത്മാവെന്നെ എടുത്തു. ആ ദർശനത്തിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ആത്മാവെന്നെ എടുത്തു. അപ്പോ യഹോവയുടെ മഹത്വം സ്വസ്ഥലത്തു നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എന്റെ പുറകിൽ കേട്ടു. ജീവികളുടെ ചിറക് തമ്മിൽ തട്ടുന്ന ഒച്ചയും അവയുടെ അരികെയുള്ള ചക്രങ്ങളുടെ ഇരച്ചിലും വലിയ മുഴക്കമുള്ള ഒരു ശബ്ദവും ഞാൻ കേട്ടു. ആത്മാവിനെ എടുത്തുകൊണ്ട് പോയി. യഹോവയുടെ ബഹുമാനം എന്നേക്കും തന്റെ ഇടത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ എന്ന് യഹസ്കേൽ കേൾക്കുകയാണ്. ആരാ? സിംഹാസനത്തിൽ പുത്രനെ കാണുകയാണ്. അത്രമാത്രം വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ പുത്രൻ തമ്പുരാനാണ് എവിടെ ഇപ്പോ ശീലകളാൽ ചുറ്റപ്പെട്ട് ആ ബെയ്ത്ലഹേമിലെ പശുത്തൊട്ടിയിൽ ശാന്തമായി കിടക്കുന്നു. ക്രൂബന്മാരാൽ ആരാധിക്കപ്പെടുന്നവൻ, ക്രൂബരബദ്ധങ്ങളിൽ സംവഹിക്കപ്പെട്ടവൻ, അവനാണ് ആ മറിയത്തിന്റെ കൈകളിൽ താലോലിക്കപ്പെടുന്നത്. യഹസ്കേൽ കണ്ട ദർശനമാണ്. അപ്പൊ ഈ കേട്ട ആ പ്രൈസ് ആരാണ്? ഈ യഹസ്കേല് കേട്ട 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, യഹസ്കേൽ 3:12 കേട്ടത്, ആ പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതെല്ലാ പ്രയറിലും പ്രാർത്ഥിക്കുന്നു, എല്ലാ പ്രയറിലും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതാണ് കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് നിന്ന് എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വീണ്ടും കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് നിന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് നിന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ എന്നേക്കും വിശുദ്ധി മഹത്വമുള്ളവനാകുന്നു. നീ എന്നേക്കും വിശുദ്ധി മഹത്വമുള്ളവനാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയുള്ളവനും നിന്റെ തിരുനാമം വാഴ്ത്തപ്പെട്ടതുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണമേ എന്നേക്കും നിനക്ക് സ്തുതി. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് പ്രൈസ്, ഇതാണ് വർഷിപ്പ്. കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിലെവിടെയെങ്കിലും എറർ കാണുന്നുണ്ടോ? ഇറ്റ്സ് എ പ്യുവർ ഫോം ഓഫ് ഇത്. സ്ക്രിപ്ചറലാണ്, തിരുവെഴുത്തിന് ചേരുന്നതാണ്, ദൈവത്തിന്റെ മഹത്വത്തിന് യോജിക്കുന്നതാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്, അത്യുന്നത ദൈവത്തിനുള്ള ആരാധനയാണ്. അപ്പൊ ഇത് ക്രോബേന്മാരുടെ സ്തുതി എന്നാണ് അറിയപ്പെടുന്നത്. ക്രോബേന്മാരുടെ സ്തുതി, മറ്റേത് മാലാഖമാരുടെ സ്തുതിപ്പ്. അപ്പൊ ഇത് രണ്ടുമാണ്. ഇതിപ്പോ അത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ബുക്കില്ലാത്തവർക്ക് ഈ 2 പ്രയറുകളും തരാൻ പറ്റും. അത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഇറ്റ് വിൽ ബി വെരി മച്ച് ഹെൽപ്ഫുൾ. കാരണം ഈ സ്തുതിപ്പ്, കാരണം ഇങ്ങനെ സ്തുതിക്കുന്ന സമയത്താണ് നമ്മൾ റിയലി സ്വർഗീയ മലാഖമാരോട് ചേർന്നുള്ള സ്തുതിപ്പാണ്. അപ്പൊ നമ്മൾ വിശുദ്ധന്മാരോടും സ്വർഗീയന്മാരോടും മലാഖമാരോടും എല്ലാം ചേർന്ന് നമ്മുടെ വർഷിപ്പ് പോവുകയാണ്. നമ്മൾ അങ്ങനെ വേണം വർഷിപ്പ് ചെയ്യാൻ. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. ഞാനൊക്കെ എങ്ങനെയാണ് വർഷിപ്പ് ചെയ്യുന്നത്? അതിൽ നല്ലൊരു വർഷിപ്പായിട്ട് തോന്നുന്നു. ഇതൊരു ശ്രേഷ്ഠമായ വർഷിപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനുള്ള മഹത്വമാണ്, ട്രിനിറ്റിക്കുള്ള മഹത്വം. ട്രിനിറ്റിക്ക് നമ്മൾ മുഴുവൻ തൃത്വസ്തുതിയാണ് നമ്മൾ കേട്ടത്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
അതിൽ ഒരാളെ മാറ്റി നിർത്തി സ്തുതിക്കല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്ക് ഇപ്പോൾ എത്ര നാൾ അറിയത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യാൻ, ട്രിനിറ്റിയെ പ്രൈസ് ചെയ്യുവാൻ അതിന് നമ്മൾ തയ്യാറാവണം. നമ്മൾ ട്രിനിറ്റേറിയനാന്ന് വെറുതെ മേനി നടിച്ചാലും അവകാശപ്പെട്ടാലും പോരാ. ഇഫ് യു ആർ എ ട്രിനിറ്റേറിയൻ യു മസ്റ്റ് വർഷിപ്പ് ട്രിനിറ്റി ഇൻ ട്രിനിറ്റേറിയൻ ഫോം. നമ്മൾ ട്രിനിറ്റേറിയൻ ആണെങ്കിൽ നമ്മൾ ട്രിനിറ്റിയെ ട്രിനിറ്റേറിയൻ ഫോമിൽ വർഷിപ്പ് ചെയ്യണം. നമുക്ക് അങ്ങനെ ആ ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ഈ ലൈവ്, ഇന്നത്തെ ലൈവ് ഇങ്ങനെ നീട്ടുന്നില്ല. ഇന്ന് ആശ രാജു ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അവർക്ക് വേണ്ടി ഈ ലൈവിലുള്ളവർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വളരെ നാളുകളായിട്ട് ജോലിയില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വില്യം മാത്യു, വോയിസ് വില്യം മാത്യു. വേറെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇപ്പൊ നമ്മുടെ ലൈവിൽ പ്രാർത്ഥിക്കണമെന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ പതിവായിട്ട് ലൈവ് കാണുന്ന ഒരു സഹോദരന്റെ കുഞ്ഞാണ്. ഹായ്, ഹലോ, വില്യം മാത്യു, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കാരണം ആർക്കും പരിചയമില്ലല്ലോ. ഞാൻ ഹ്യൂസ്റ്റണിൽ ഉണ്ടായിരുന്നതാണ്, ഇപ്പം കോട്ടയത്ത് മണർകാട്ടാണ് താമസിക്കുന്നത്. ഓക്കെ. പാസ്റ്റർ പ്രസംഗം സ്ഥിരമായിട്ട് ഞാൻ കേൾക്കാറുണ്ടാകും. ഇത്രയും ഇൻ ഡെപ്ത് ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു സുറിയാനി പാരമ്പര്യമുള്ള ഒരു മേൽപ്പട്ടക്കാരനോ പട്ടക്കാരനെ പോലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതിൽ ഞാൻ അദ്ദേഹം ഡിസ്കണക്ട് ആയി പോയി. നമ്മള് സേറ എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. ആ കുഞ്ഞിനിപ്പം ഹൈറ്റ് ബോഡി പെയിൻ ആണ്, പക്ഷെ പനിയില്ല. അതാണ്, ടെമ്പറേച്ചർ ഇല്ല, ബോഡി പെയിൻ ആണ്. മെസ്സേജ് വന്നു പ്രാർത്ഥിക്കണമെന്ന്. നമുക്ക് ആ സേറ എന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ആശ എന്ന ആ കുഞ്ഞിന് ജോലി കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എനി പ്രയർ റിക്വസ്റ്റ് യു ക്യാൻ റൈറ്റ് ഹിയർ. ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ, സന്ദീപ് മാത്യുവിന്റെ കുഞ്ഞ്, മൈ ചൈൽഡ് ഈസ് ഹാവിങ് ഹൈ ടെമ്പറേച്ചർ ആണെന്ന്. അപ്പൊ ആ കുഞ്ഞിന്റെ പേര് സയറ എന്നാണ്. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ സൗഖ്യം കൊടുക്കും. നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ് ആയിട്ട് ചെയ്യുന്നതല്ല. ഇറ്റ്സ് എ ഫെലോഷിപ്പ്. നമ്മളിവിടെ കാണുന്ന, ഇപ്പൊ ഈ ലൈവിൽ കാണുന്ന പല ആളുകൾക്കും പരസ്പരം പരിചയമുണ്ട്. പതിവായിട്ട് വരുന്ന ആളുകളെ മിക്ക ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഒരിക്കലും ജീവിതത്തിൽ പരിചയമില്ലാത്ത ആളുകൾ ഇവിടെ പരിചയപ്പെട്ടു. ഇപ്പൊ തന്നെ എന്നോട് എത്ര ആളുകളെ ചോദിക്കുന്നത്, തോമസ് പിന്നൂസ് എന്തിയെ, ജിജി എബ്രഹാം എന്തിയെ, ഇങ്ങനെയുണ്ട്. പതിവായിട്ട് വരുന്ന വിനു ജോസഫ് ഇസ് എ പോപ്പുലർ ഫെലോ. അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് വരുന്ന ആളുകളെല്ലാം ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് എല്ലാവരും മാനസികമായ ഒരു അടുപ്പം വരുന്നുണ്ട് ഹൃദയത്തിൽ. അപ്പൊ ഹൃദയങ്ങൾ എവിടെയെല്ലാം അടുക്കുന്നോ ഐക്യപ്പെടുന്നോ അവിടെ ദൈവം, അവിടുത്തെ ദൈവത്തിന്റെ ചൈതന്യം. ദൈവം കരുണാമയനാണ്. അപ്പൊ ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ മേൽ വർഷിക്കപ്പെടും. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കാൻ വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ് us pray for these people. നിങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളിലും ദൈവം നമ്മെ സഹായിക്കും. ഫിനാൻഷ്യൽ നീഡ്സ് ഉള്ളവരുണ്ട്, അല്ല ഫാമിലി പ്രോബ്ലത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ പ്രാർത്ഥന നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആത്മഹത്യ ചെയ്ത വ്യക്തികളുണ്ട്. 2-3 പേര് എനിക്ക് പ്രാർത്ഥനാ വിഷയം. കാരണം അവരുടെ ഫാമിലീസ്, വളരെ പ്രിയപ്പെട്ട ആളുകൾ സൂയിസൈഡ് ചെയ്തതിനെ തുടർന്ന് അവർ ഫാമിലീസ് വളരെ പ്രയാസത്തിൽ കൂടെ പോകുന്നുണ്ട്. അവർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്നവരെയൊക്കെ നമ്മൾ വളരെ മോശമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ അവർ ഈ ജീവിച്ചിരിക്കുന്നവരൊക്കെ നല്ല ആളുകൾ. കാരണം അവർക്ക് ഈ കപടത നിറഞ്ഞ ലോകത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ദുഷ്ടലോകത്തിൽ അവർ കുറെ കൂടെ ഒരുപക്ഷെ ദുർബലരായിരിക്കും, അല്ലെങ്കിൽ കുറെ കൂടെ സോഫ്റ്റ് ആളുകളായിരിക്കും. നമുക്ക് അതുകൊണ്ട് ഒരിക്കലും അവരെ എഴുതിത്തള്ളാൻ കഴിയത്തില്ല. നമുക്ക് എല്ലാവരോടും ആ കാരുണ്യം ഉണ്ടായിരിക്കണം.
കാരണം ഈ പാതിരാ നമസ്കാരം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആദ്യത്തെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ അവിടെ മരിച്ചുപോയവരെ ഓർക്കുകയാണ്. എത്ര ബ്ലസ്സഡ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇത് നമ്മുടെ ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ അത് എന്നാ ശരിയായ ഒരു രീതിയല്ല. നമ്മളെ സമയം രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നമ്മുടെ മരിച്ചുപോയവരെ ഓർക്കുക. അതെത്ര അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയാണ്. എത്ര ശക്തനായ ഒരു ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന പോകുന്നത്. കാരണം നമ്മുടെ പാസ്റ്റിനെയും നമ്മുടെ ഫ്യൂച്ചറിനെയും നമ്മുടെ പ്രസന്റിനെയും എല്ലാത്തിനെയും എൻകോംപാസ് ചെയ്യുന്ന ആ മേഴ്സിയാണ്. മേഴ്സിഫുൾ ഗോഡ്, ആ പവർഫുൾ ഗോഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാം പ്രസന്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ പോകണം നമ്മൾ ഇന്ന് വാങ്ങിപ്പോയ ആളുകളെ കൂടെ ഓർക്കുകയാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞ ഈ എന്നാ പറയുന്നേ, ഗോത്ര സങ്കല്പങ്ങളുണ്ട്, ട്രൈബൽ സ്റ്റോറീസ് ഉണ്ട്, ഗോത്രങ്ങളുടെ കഥകൾ. ആ കഥകൾക്കകത്താണ് മരിച്ചുപോയ പിന്നെ പിശാചായിട്ട് ഇങ്ങനെ. അപ്പൊ അവരെ സംബന്ധിച്ച് ചത്തുപോയനൊക്കെ പിന്നെ പിറ്റേ പിശാചായി. അതൊന്നും ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് അല്ല. അപ്പൊ മരിച്ചുപോയവരെ ഓർത്താൽ പൈശാചികം. അത് ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് അല്ല. വാങ്ങിപ്പോയ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are with God. അപ്പം ദൈവത്തിന്റെ മുമ്പിലാണ് അവർ നിൽക്കുന്നത്. അത് നമ്മൾ വളരെയധികം മനസ്സിലാക്കണം. യേശുക്രിസ്തു പറയുന്നത് അവൻ അബ്രഹാത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമാകുന്നു. അബ്രഹാത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത വാചകം യേശു പറയുന്നത് അവൻ മരിച്ചുപോയവരുടെ ദൈവമല്ല, അവൻ ജീവനോടിരിക്കുന്നവരുടെ ദൈവം അത്രേ. അപ്പൊ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമാകുന്നു, അവൻ മരിച്ചുപോയവരുടെ ദൈവമല്ല, ജീവനോടിരിക്കുന്നവരുടെ ദൈവം അത്രേ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ജീവനോടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവം എല്ലാ കാലങ്ങളിലും എല്ലാ തലമുറകളിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. എവറിത്തിങ് ഈസ് വെരി പ്രസന്റ് ഫോർ ഗോഡ്. അതുകൊണ്ടാണ് അവരെ ഓർക്കുന്നത്. അതൊരിക്കലും ആന്റി സ്ക്രിപ്ചറൽ അല്ല, തിരുവെഴുത്തിന് വിപരീതമല്ല എന്ന് ഓർക്കുക. ഈ സമയത്ത് അങ്ങനെയുള്ളവരെ നമുക്ക് എല്ലാ ആവശ്യത്തിലും ഉള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അതുകൊണ്ട് ഈ ലൈവിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഗൾഫിലുള്ളവരുടെ ഹായ് ബ്രദർ സോജൻ. ഹലോ ഹലോ, കേക്കത്തില്ലേ? കേക്കത്തില്ലേ? കേൾക്കാം. ഓക്കെ 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 ഓക്കെ. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാൻ നമ്മുടെ ലൈവിലുള്ള നമ്മുടെ ലൈവ് വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ, പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാരും അവിടെ എഴുതുന്നുണ്ടോ? കമന്റ്സ് ഒക്കെ ഉണ്ടോ? ആൾക്കാർ പ്രാർത്ഥന വിഷയമൊക്കെ ഉണ്ടോ അവിടെ? കമന്റ്സ് നമുക്ക് അറിയാം. ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞു ഷാജി സാമുവൽ. മറന്നുപോയില്ല, ഷാജി സാമുവൽ വളരെ ദീപു യോഹന്നാൻ ഫാമിലി ലൈഫിന് വേണ്ടി പ്രാർത്ഥിക്കണം. ബിനു അലക്സാണ്ടർ, എന്നെ മറന്നുപോയി, ഷാജി സാമുവലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ ഓക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരുടെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ സോയ ലൈഫ് ഒന്ന് ഫ്ലോ ആവാൻ വേണ്ടി, അവരുടെ ജീവിതത്തിലുള്ള പരാജയങ്ങളെല്ലാം ജയമായിട്ട് മാറാനും അവരുടെ രോഗങ്ങളെല്ലാം സൗഖ്യമാകാനും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറുവാനും എല്ലാ രീതിയിലും ദേഹം ഈ ആത്മാവിൽ വലിയൊരു ഡെലിവറൻസ് ഉണ്ടാകാൻ നമുക്കെല്ലാം പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. അതായത് ഈ ട്രിനിറ്റേറിയൻ ഗോഡിന്റെ ചൈതന്യം ഈ സമസ്ത പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ പവർ ഓഫ് ട്രിനിറ്റേറിയൻ ഗോഡാണ്. അതേ ലൈഫ് തന്നെയാണ് ദൈവം നമ്മുടെ അകത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അതെ ആ ചൈതന്യം ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതെ, അപ്പൊ ആ ട്രിനിറ്റിയുടെ ആ വിസ്ഡം ആൻഡ് പവർ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അല്ലെ, അങ്ങനെയല്ലേ മലയാളത്തിൽ അത് പറയുന്നത്? പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ട്രിനിറ്റിയുടെ ചൈതന്യമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ മൊണാർക്ക് ബട്ടർഫ്ലൈസ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. മൊണാർക്ക് ബട്ടർഫ്ലൈസ്, മൊണാർക്ക് എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയുടെ മൊണാർക്ക്.
മൊണാർക്ക് ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ ഒരു ചിത്രശലഭമുണ്ട്. ഓക്കെ. ഈ ചിത്രശലഭം മെക്സിക്കോയുടെ അങ്ങേയറ്റത്ത് നിന്ന് കാനഡയുടെ അങ്ങേയറ്റത്തേക്ക് എല്ലാ വർഷവും പറക്കും. ബട്ടർഫ്ലൈസ്. അപ്പൊ ഇത് പോകുന്നത് ദശലക്ഷക്കണക്കിന് ബട്ടർഫ്ലൈസ് ആണ് ഓരോ വർഷവും പോകുന്നത്. ഇത് ഒരു കൃത്യം പാതയിലൂടെ ചെന്നിട്ട് ഈ കാനഡയിൽ ഒരു വനത്തിനകത്ത് ചെന്ന് അവിടെ മുട്ടയിട്ട് പുതിയ ബട്ടർഫ്ലൈസ് ഉണ്ടാകുകയാണ്. എന്നിട്ട് ആ പോയ ബട്ടർഫ്ലൈസ് മുഴുവൻ അവിടെ ചത്തു വീഴും. ആ പോയ ബട്ടർഫ്ലൈസ് ബാച്ചിൽ ഒറ്റ ഒരു ബട്ടർഫ്ലൈ തിരിച്ചു പറക്കത്തില്ല. പുതുതായിട്ട് കാനഡയിൽ ജനിച്ച ബട്ടർഫ്ലൈസ് എത്ര ദൂരാന്നറിയോ? 4000 കിലോമീറ്റർ വള്ളി വര വ്യത്യാസമില്ലാതെ തിരിച്ച് കൃത്യം മെക്സിക്കോയിൽ ഇവർ എവിടുന്ന് പോയോ അവിടെ തിരിച്ചു വരും. അതായത് പോയ ബാച്ചിലുള്ള ഒറ്റ ബട്ടർഫ്ലൈസ് തിരിച്ചു വരുന്ന ബാച്ചിൽ കാണത്തില്ല. ഇത് ഞാൻ കെട്ടുകഥ അറിയില്ല. മൊണാർക്ക് ബട്ടർഫ്ലൈസ് എന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം. ഞാൻ ഈ മൊണാർക്ക് ബട്ടർഫ്ലൈസിന്റെ വലിയൊരു ഇത് കണ്ടതാണ്. എന്നാ പറയുന്നത്, ഡോക്യുമെന്ററി ഫിലിം. നമ്മൾ അത്ഭുതപ്പെട്ടു. അപ്പൊ അതിനെപ്പറ്റി പഠിക്കാൻ ലൈഫ് മുഴുവൻ ചെലവഴിച്ച ഒരാളുടെ ഡോക്യുമെന്ററി. അപ്പൊ ഇതെങ്ങനെയാ തിരിച്ചു പോകുന്നത്? പിറ്റേ വർഷം ആ ബട്ടർഫ്ലൈസ് വീണ്ടും കാനഡയ്ക്ക് പോകുന്നുണ്ട്. അങ്ങനെ അത് കണ്ടുപിടിക്കുകയും കാനഡയിൽ അങ്ങനെ ഈ ബട്ടർഫ്ലൈസ് ചത്തതിന്റെ എല്ലാം ഈ ശേഖരം വലിയ മല പോലെ വർഷങ്ങളായിട്ടുള്ളത് ഇങ്ങനെ കണ്ടെത്തുന്ന രംഗമൊക്കെ മൂവിക്കകത്തുണ്ട്. അപ്പം ഇതെങ്ങനെ പോകുന്നു ചോദിച്ചാൽ അതിനകത്ത് ദൈവത്തിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ദൈവത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അത് കറപ്റ്റഡ് ആയിട്ടില്ല. ആ ബട്ടർഫ്ലൈസിൽ അത് കറപ്റ്റഡ് ആയിട്ടില്ല. അപ്പൊ നമ്മുടെ ഫെയിലിയർ, നമ്മുടെ ഷോർട്ട് കമ്മിങ്സ്, നമുക്കുണ്ടാകുന്ന സെറ്റ് ബാക്സ്, നിങ്ങൾ നേരിടുന്ന തിരിച്ചടികൾ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന വഴുതലുകൾ, വ്യതിയാനങ്ങൾ, അപഭ്രംശങ്ങൾ, നമുക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള എന്നാ പറയുന്നേ പരാജയങ്ങളും പോരായ്മകളും എല്ലാം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ വർക്ക് ചെയ്യുന്ന ആ ട്രിനിറ്റേറിയൻ ഫങ്ഷൻ അല്ലെങ്കിൽ ആ ട്രിനിറ്റേറിയൻ സിസ്റ്റം, ആ ട്രിനിറ്റേറിയൻ സിസ്റ്റത്തെ കറപ്റ്റ് ചെയ്തു. അതാണ് സിന്ന് കൊണ്ടുവന്നത്. അപ്പൊ ആ സിന്നിൽ നിന്ന് അപ്പൊ ഈ ബട്ടർഫ്ലൈസിനെ സംബന്ധിച്ച് അത് കറപ്റ്റഡ് അല്ല, കൃത്യം പോയിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആ കറപ്ഷൻ ആണ് ഈ ദ്രവത്വം എന്ന് പൗലുസ്ലിയ പറയുന്നത്. കറപ്ഷൻ എന്നുള്ള ആ കറപ്ഷൻ നമ്മുടെ ചിന്തയിലുണ്ട്. അതുകൊണ്ട് അത് നിമിത്തം നമ്മുടെ പ്രവൃത്തിയിൽ അത് മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. അത് നിമിത്തം നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. അതിന്റെ ഫൈനൽ എഫക്റ്റ് ആയിട്ട് നമ്മൾ മോർട്ടൽ മനുഷ്യരായിട്ട് നമ്മൾ ചാകുകയാണ്. അങ്ങനെയാണ് അതിന്റെ എഫക്ട്. അപ്പൊ അതുകൊണ്ട് ഈ മോർട്ടൽ വേൾഡിൽ ഉണ്ടാകുന്ന എല്ലാത്തരം പ്രോബ്ലങ്ങളിലൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കറപ്ഷനെ അതിജീവിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ അവിടെയാണ് പൗലുസ്ലിയ പറയുന്നത് വി ആർ മോർ ദാൻ കോൺകറേഴ്സ്, നമ്മൾ ജയാളികളാണ്. യേശു തന്നെ പറയുന്നുണ്ടല്ലോ, യേശു തന്നെ ഒരു വാക്ക് പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു അല്ലേ? യേശു പറയുന്നില്ലേ, ഭയപ്പെടണ്ട ഞാൻ ഈ ലോകത്തെ അല്ലേ ജയിച്ചിരിക്കുന്ന ഒരു വാക്യല്ലേ യോഹന്നാൻ എഴുതിയിട്ടില്ലേ? അപ്പൊ ആ ലോകത്തെ ജയിക്കുന്ന ആ പവറാണ് നമ്മളുടെ ദൈവം തന്നേക്കുന്നത്. ഏതൊരു സാഹചര്യത്തിൽ ഇപ്പൊ നമ്മള് പൗലോസിന്റെ ജീവിതം വായിക്കുമ്പോൾ അറിയാം, പൗലോസിനെ കയറി പാമ്പ് കടിക്കുന്നുണ്ട്. പക്ഷെ പൗലോസ് അവിടെ തീർന്നില്ല അല്ലെ? എത്രയോ ഉപദ്രവത്തിലൂടെ പുള്ളി കടന്നുപോയി. കടലിലെ ആപത്ത്, കാറ്റിന്റെ ആപത്ത്, വാളുകൊണ്ട് അല്ലെ, എല്ലാ രീതിയിലുള്ള പ്രശ്നത്തോടെ പോയിട്ടും ദൈവം പുള്ളിക്ക് വെച്ചിരുന്ന ആ ഓട്ടം തികപ്പാനുള്ള ആ ഒരു എന്താ പറയാ ദൈവിക ഗ്ലോറി പുള്ളിനുമേൽ ഉണ്ടായിരുന്നു. അത് പുള്ളി തിരിച്ചറിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി ഒരിടത്തും തടസ്സപ്പെടാതെ പുള്ളിക്ക് ഓട്ടം പുള്ളി പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ അല്ലെ, അങ്ങനല്ലേ പറയുന്നത് മലയാളത്തിൽ പറയുന്നത്, നല്ലൊരു ഓട്ടം അല്ലെ, ഓട്ടം തികച്ചു. അനിൽ ടി തോമസിന്റെ ഗാർഡന് എല്ലാ വർഷവും മൊണാർക്ക് ബട്ടർഫ്ലൈസ് വരാറുണ്ടെന്ന്. അപ്പം അനിൽ ടി തോമസ് ഓർക്കുക, അൺകറപ്റ്റഡ് സിസ്റ്റം ഉള്ള ഒരു ജീവി, അത് കറപ്റ്റഡ് അല്ലാത്ത ഒരു സിസ്റ്റം അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓർക്കണം, ഈ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ വലിപ്പമുണ്ട്. ആ ബട്ടർഫ്ലൈയുടെ ശരീരം തന്നെ ചെറുതാ. അപ്പൊ അതിന്റെ തല എത്രയുണ്ട്, ആ തലയുടെക്കകത്ത് തലച്ചോറ് എത്രയുണ്ട്. ആ ചെറിയ തലച്ചോറിനകത്താണ് ഇത്ര സൂക്ഷ്മമായ ഈ GPS സിസ്റ്റം പിടിപ്പിച്ചിരിക്കുന്നത്. അതെ, ഡിവൈൻ കോഡിംഗ് എന്ന് പറയാം അല്ലെ, ഡിവൈൻ കോഡിംഗ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അതിനകത്ത് വെച്ചിരിക്കുന്ന ചെറിയ ബട്ടർഫ്ലൈ.
ഉം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതെല്ലാം ഓർത്ത്, അപ്പൊ ഈ മഹാപ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അതെല്ലാം കാണുക, ദൈവത്തിന്റെ ചൈതന്യം കാണുന്നു, നമ്മൾ പാസ്റ്റിനെ കാണുന്നു. ഇന്നത്തെ ഈ അതെ. ലൈവിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഈ മഹാദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ ഉയർത്തുകയാണ്. അതെ. നമ്മൾ പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. ഈ അതെ. ഉള്ള വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അവര് അതെ. എല്ലാവരും ബ്ലസ്ഡ് ആകട്ടെ. കാരണം നമ്മളിപ്പോ പ്രാർത്ഥിച്ചത് നമ്മുടെ പാപ മുഴുകലിൽ നിന്ന് ഞങ്ങളെ ഉണർത്തണമേ, ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവെ ഞങ്ങളുടെ പാപ മുഴുകലിൽ നിന്ന് ഞങ്ങളെ ഉണർത്തണമേ. അതാണ് ആ പ്രാർത്ഥന. ഉണർത്തണം. അതെ. ഉറക്കമില്ലാത്ത ഉണർവുള്ള കർത്താവേ, ഫ്രം us അല്ലേ, അതല്ല പറഞ്ഞല്ലേ, അവേക്കസ് ഫ്രം അവർ സിൻ കോൺഷ്യസ്. ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവെ നിന്റെ ഉണർവിനെ സ്തുതിപ്പാനായിട്ട് പാപ മുഴുകലിൽ നിന്ന് ഞങ്ങളുടെ ഉറക്കത്തെ നീ ഉണർത്തണമേ. അപ്പൊ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുള്ള വഴുതിവീഴ്ചയാണ്. യെസ്, അതായി പറയുന്നത്. അതെ. അപ്പൊ ട്രിനിറ്റേറിയൻ കോൺഷ്യസ്നെസ്സിലേക്ക് ഉണരുകയാണ്, എലിവേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അവിടെ വന്നു കഴിയുമ്പോ നമ്മൾ ആ കോൺഷ്യസ് അവയർനെസ്സിൽ നിൽക്കുകയാണ്. യെസ്, അത് തന്നെ. അവേക്കസ് അവയർനെസ്. അതെ. അപ്പൊ ആ കോൺഷ്യസ് അവയർനെസ്സിലോട്ട് നമ്മുടെ പ്രേക്ഷകരെല്ലാരും ഉയരട്ടെ. പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതെ. അപ്പൊ നമുക്ക് ആ കുഞ്ഞ് സൗഖ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതെ. വിവിധ ആവശ്യങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വാധീനം പ്രാർത്ഥിക്കാം. അനുഗ്രഹിച്ചു. താങ്ക് യു ഫാദർ. കർത്താവെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കൂടുകയാണ് കർത്താവെ. ഞങ്ങൾ കർത്താവെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആണേ പോലും കർത്താവ് അങ്ങയുടെ സാന്നിധ്യം എല്ലായിടത്തുണ്ട് കർത്താവെ. അങ്ങയുടെ പ്രസൻസും അങ്ങയുടെ ഗ്ലോറിയും അങ്ങയുടെ കർത്താവെ വെളിച്ചവും കടന്നു പോകാത്ത ഒരു സ്ഥലവുമില്ലപ്പ കർത്താവ്. ഞങ്ങൾ ഞങ്ങളോട് ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കുന്ന വ്യത്യസ്ത ആവശ്യങ്ങൾ പറഞ്ഞ് എല്ലാ പ്രിയപ്പെട്ട വ്യക്തികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവ് ഏത് വിഷയമായാലും അതിന്മേലെല്ലാം കർത്താവ് അങ്ങയുടെ കൃപ വർഷിക്കുവാൻ, അങ്ങയുടെ ജീവന്റെ സമൃദ്ധി അവരിലേക്ക് ഒഴുകിയെത്തുവാൻ, അവരിലുള്ള കർത്താവ് എല്ലാ ഇരുളും മാറുവാൻ, ക്രിസ്തുവിന്റെ തേജസ് അവരിൽ കർത്താവെ അവരിൽ മാനിഫെസ്റ്റ് ആകുവാൻ, കർത്താവെ അവരിലുള്ള ക്രിസ്തുവിന്റെ തേജസ്സിനെ അവർ തിരിച്ചറിയുവാൻ, അവരിലുള്ള ക്രിസ്തുവിന്റെ മഹത്വത്തെ അവർ കർത്താവെ കണ്ടെത്തുവാൻ അങ്ങയുടെ കൃപ അവരുടെ മേൽ അങ്ങ് പകരണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും സ്വർഗം ഇന്ന് രാത്രികാലം അത്ഭുതങ്ങളെ ചെയ്യണമേ. കർത്താവ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന സകലരുടെയും സാമ്പത്തിക ആവശ്യങ്ങളുടെ മേൽ കർത്താവിന്റെ കരുതൽ വെളിപ്പെട്ട് വരണമേ. കർത്താവെ രോഗികളായിട്ടുള്ളവരുടെ മേൽ കർത്താവെ അങ്ങയുടെ സൗഖ്യം ഇറങ്ങി വരണമേ. കർത്താവെ അങ്ങ് പറഞ്ഞതുപോലെ അവിടുത്തെ അടിപ്പിണറുള്ള സൗഖ്യം അവരുടെ മേൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് കർത്താവെ. കർത്താവ് എല്ലാ ആവശ്യങ്ങളുടെ മേലും അങ്ങയുടെ കരം ചലിക്കണമേ. എല്ലാവരെയും അങ്ങ് സൂക്ഷിക്കണം. അനർത്ഥങ്ങളിൽ നിന്ന് അവരെ വിടിവിക്കണം. തിന്മകളിൽ നിന്ന് അവരെ വിടിവിക്കണം. എല്ലാ ശോധനകളിൽ നിന്ന് അവരെ വിടിവിക്കണം. കർത്താവിന്റെ ജീവന്റെ സമൃദ്ധിയെ അവരുടെ ജീവിതത്തിൽ ആസ്വദിച്ച് ആനന്ദിച്ച് അങ്ങേ കർത്താവ് ലോകത്തിന് കാണിക്കുന്ന കർത്താവ് വ്യക്തികളായി ജീവിക്കാൻ അങ്ങ് ഓരോരുത്തരെയും സഹായിക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങ് പ്രാർത്ഥന കേട്ടിക്കാൽ നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. പ്രാർത്ഥിച്ച സഹോദരനെ പ്രത്യേകിച്ച് നന്ദി. താങ്ക് യു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.